ജയശങ്കര. ജയശങ്കര. എല്ലാവർക്കും നമസ്കാരം. ജയശങ്കര. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ജയശങ്കര. സനാതനധർമ്മം എന്നത് പ്രപഞ്ചത്തെയും മനുഷ്യന്റെ നിലനിൽപ്പിനെയും നിയന്ത്രിക്കുന്ന ശാശ്വതവും സാർവത്രികവുമായ തത്വങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. മതപരമായ അതിരുകളെയും ആചാരങ്ങളെയും മറികടന്ന് യാഥാർത്ഥ്യത്തിന്റെ അന്തർലീനമായ സ്വഭാവത്തിലും ആത്മസാക്ഷാത്കാരത്തിലേക്കുമുള്ള പാതയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു ആശയമാണ്. ഈ ആശയത്തെ മുൻനിർത്തി ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ എന്ന സംഘടന 4 വർഷം മുമ്പ് വ്യക്തമായ ഉദ്ദേശത്തോടു കൂടി സനാതനധർമ്മം ലോകമെമ്പാടും പ്രചരിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച സംഘടനയാണ്. സനാതനധർമ്മം ലോകമെമ്പാടും പ്രചരിപ്പിക്കുക എന്ന ഉദ്ദേശത്തിൽ സനാതന ധർമാമൃതം എന്നുള്ള പരിപാടി നമ്മൾ കഴിഞ്ഞ ജനുവരി മാസം മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. അതിന്റെ 10ാമത്തെ സെഷനാണ് ഇന്നിവിടെ നടക്കുന്നത്. ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മുഖ്യാതിഥിയായിട്ടുള്ള ഡോക്ടർ രാജീവ് ഇരിങ്ങാലക്കുട സാറിനും അതേപോലെ ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരെയും ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി ഗുരുസ്മരണക്കായി ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ഫൗണ്ടർ മെമ്പറും ബോർഡ് ഓഫ് ട്രസ്റ്റി മെമ്പറുമായ ഡോക്ടർ ജയകൃഷ്ണൻ നമ്പൂതിരി അവറുകളെ ഈ വേദിയിലേക്ക് ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ജയശങ്കര. 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 ഓം അജ്ഞാനാന്തർഗഹനപതിതൻ ആത്മവിദ്യോപദേശൈഃ ത്രാതും ലോകൻ ഭവതവശിഖാ താപപാപച്യമാനാൻ മുക്ത്വാ മൗനം വടവിടപിനോ മൂലതോ നിഷ്പതന്തി ശംഭോർമൂർത്തിശ്ചരതി ഭുവനേ ശങ്കരാചാര്യരൂപാം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ജയശങ്കര. 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 വളരെ സന്തോഷം ചേട്ടാ. ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ടാതിഥി ഒരു ബഹുമുഖ പ്രതിഭയാണ്. ഏവർക്കും പരിചയമുള്ള സുപരിചിതനായ ഡോക്ടർ രാജീവ് ഇരിങ്ങാലക്കുട. അദ്ദേഹത്തെ കുറിച്ച് 2 വാക്ക് സംസാരിക്കുവാനായി ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗവും അതേപോലെ ആലപ്പുഴ ജില്ലാ ചാപ്റ്ററിന്റെ ചീഫ് കോർഡിനേറ്ററുമായ ശ്രീമതി ഉഷാ അന്തർജനത്തിനെ ഞാൻ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം. ജയശങ്കര. നമസ്തേ. ജയശങ്കര. എല്ലാവർക്കും സാദര നമസ്കാരം. ശ്രീ ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ സനാതന ധർമാമൃതം എന്ന ഈ ധർമ്മശാസ്ത്ര തുടർ പഠന പരിപാടിയിലേക്ക് ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള അമൃത സ്വരൂപികളായ എല്ലാ ധന്യാത്മാക്കൾക്കും സാദര നമസ്കാരം. ഇന്ന് നമുക്കായി സനാതന ധർമാമൃതത്തിന്റെ 10ാം ഭാഗം അവതരിപ്പിക്കുന്നതിലേക്ക് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്, സംഘടനയുടെ ക്ഷണം സ്വീകരിച്ച് ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് സമാദരണീയനായ ഡോക്ടർ രാജീവ് ഇരിങ്ങാലക്കുടയാണ്. സാറിന് സംഘടനയുടെ പേരിലുള്ള സുസ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. സനാതനധർമ്മ പാതയിലൂടെ ഋഷീശ്വരന്മാർ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള ധർമ്മമാർഗത്തിലൂടെ ചരിക്കണമെന്ന് ആഗ്രഹിക്കുന്നതായ നമുക്കേവർക്കും സുപരിചിതനാണ്. കേരളത്തിൽ അങ്ങോളമുള്ള ധർമ്മ അന്വേഷികൾക്കെല്ലാം സുപരിചിതനാണ് ഡോക്ടർ രാജീവ് ഇരിങ്ങാലക്കുട. അദ്ദേഹത്തിന് ഒരു മുഖവരിയുടെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല, എങ്കിലും 2 വാക്ക് പറയട്ടെ. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ റാങ്കോടെ ബിരുദാനന്തര ബിരുദം നേടിയ അദ്ദേഹം വടക്കാഞ്ചേരി ശ്രീവ്യാസ NSS കോളേജിലും അതുപോലെ തന്നെ അരുണാചൽ പ്രദേശിലെ വിവേകാനന്ദ സർവകലാശാലയിലും ഇംഗ്ലീഷ് വിഭാഗം അധ്യാപകനായിരുന്നു.
തൻ്റെ ഔദ്യോഗിക ജീവിത നടത്തിക്കൊണ്ടു പോകുമ്പോൾ തന്നെ വിവേകാനന്ദ കൃതികളിലെ വേദാന്ത ദർശനം എന്ന വിഷയത്തെ ആധാരമാക്കിക്കൊണ്ട് ഗവേഷണം നടത്തുകയും പ്രബന്ധം അവതരിപ്പിച്ച് ഡോക്ടറേറ്റ് നേടുകയും ചെയ്തതാണ് അദ്ദേഹം. ഈ കാലത്ത് തന്നെ ഭാരതീയ ഋഷി പരമ്പരകളുടെ ആത്മീയ തേജസ്സിൽ ആകൃഷ്ടനായ അദ്ദേഹം ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ക്ഷേത്രങ്ങൾ, ആശ്രമങ്ങൾ ഒക്കെ സന്ദർശിച്ച് ക്ഷേത്രങ്ങളെയും ക്ഷേത്ര ആചാര അനുഷ്ഠാനങ്ങളെയും ആശ്രമങ്ങളെയും ആശ്രമ ചര്യകളെയും ആത്മീയ ആചാര്യന്മാരെയും നേരിട്ട് കണ്ടറിഞ്ഞും അവരിൽ നിന്ന് കേട്ടറിഞ്ഞും അനുഭവിച്ചറിഞ്ഞും അതുപോലെ തന്നെ വായിച്ചറിഞ്ഞും കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ ആത്മീയത എത്രമാത്രമെന്ന് തൻ്റെ ഉള്ളിലേക്ക് ആവാഹിച്ചെടുത്തതാണ്. തന്നിലേക്ക് എത്തിച്ചേർന്നതായ ഈ അറിവുകളെ സ്വാംശീകരിച്ച് അദ്ദേഹം 25-ൽ പരം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സനാതന ധർമ്മകുതികളായ ആത്മീയ പാതയിൽ സഞ്ചരിക്കുന്നവരുടെ സത്സംഗങ്ങളിൽ ഏർപ്പെട്ട് ധാരാളം പ്രഭാഷണങ്ങൾ നടത്തുകയും ചെയ്തിട്ടുള്ള ഒരു ഗ്രന്ഥകർത്താവും പ്രഭാഷകനും ഗവേഷകനും അധ്യാപകനും ഒക്കെയാണ് നമ്മുടെ ഇന്നത്തെ മുഖ്യ അതിഥിയായ ശ്രീ രാജീവ് സാർ. ശ്രീരാമകൃഷ്ണ പരമഹംസൻ, സ്വാമി വിവേകാനന്ദൻ, ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, അഭേദാനന്ദ സ്വാമികൾ, അങ്ങനെ ചിന്മയാനന്ദ സ്വാമികൾ തുടങ്ങി ധാരാളം കേരളത്തിലെ നവോത്ഥാന നായകർ എന്ന് തന്നെ പറയാവുന്നവരുമായി കുറിച്ചുള്ള ധാരാളം പ്രഭാഷണങ്ങളും അവരെ കുറിച്ചുള്ള പഠനങ്ങൾ നടത്തി ശരിയായ ജ്ഞാനം സമ്പാദിച്ചതിന് ശേഷം ഇങ്ങനെയുള്ള ധാരാളം പ്രഭാഷണങ്ങളും അദ്ദേഹം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടത്തുന്നുണ്ട്. തീർത്ഥഭാരത സമ്പ്രദായത്തെക്കുറിച്ചും ഭഗിനി നിവേദിത, ശ്രീ സർവസാക്ഷിയമ്മ, ശ്രീ ശാരദാദേവി, ശ്രീരാമകൃഷ്ണ വിവേകാനന്ദ സാഹിത്യം, സ്വാമി വിവേകാനന്ദനും കേരളവും, ചിന്മയാനന്ദ സ്വാമികൾ, ശ്രീശങ്കരനും സ്വാമിയാർ മഠങ്ങളും തുടങ്ങി 25-ൽ പരം ഗ്രന്ഥങ്ങളുടെ കർത്താവ് കൂടിയാണ് ശ്രീ രാജീവ് ഇരിങ്ങാലക്കുട. ഇതിൽ ശ്രീശങ്കരനും സ്വാമിയാർ മഠങ്ങളും എന്ന ഗ്രന്ഥം കന്യാകുമാരിയിലെ മുഞ്ചിറ മഠം മുതൽ കാസർഗോഡ് ഇടനീർ മഠങ്ങൾ വരെയുള്ള സന്യാസാശ്രമങ്ങളെയും ആശ്രമ സമ്പ്രദായങ്ങളെയും കുറിച്ചുള്ള ഒരു വിശദമായ പഠനത്തിന്റെ ബാക്കി പത്രമാണ്. സാറിനെ കുറിച്ച് ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. വളരെ കാലത്തെ അടുത്ത സൗഹൃദം, ഒരു ജ്യേഷ്ഠ സഹോദരന്റെ സ്നേഹം പങ്കുവെക്കുന്ന സാറിനെ സനാതന ധർമാമൃതം പരിപാടിയുടെ 10ാം ഭാഗത്തിലേക്ക് സംഘടനയുടെ പ്രത്യേക നിർദ്ദേശമനുസരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരുടെയും പ്രാർത്ഥനയോടെ സാദരം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. ജയ്ശങ്കര. വളരെ സന്തോഷം ഉഷയുടെ വാക്കുകൾക്ക്. അടുത്തതായി ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ മാനേജിംഗ് ട്രസ്റ്റി ആയിട്ടുള്ള ശ്രീ സുരേഷ് പാഴൂർ ചേട്ടനെ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. 2 വാക്ക് സംസാരിക്കുന്നതിന്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഈ സനാതന ധർമാമൃതം പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ ശ്രീ രാജീവ് സാറിന് ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ പേരിൽ എൻ്റെ സ്വന്തം പേരിലും ഹൃദയംഗമായ സ്വാഗതം ആശംസിക്കുകയാണ്. നമുക്കറിയാം, ഇന്നിപ്പോ പല സ്ഥലത്ത് പല റിപ്പോർട്ടുകളും കേൾക്കുമ്പോൾ സനാതന ധർമ്മത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ അല്പം പുറകോട്ട് പോകുന്ന പോലെ തോന്നുന്നു. കാരണം എതിർക്കുന്നവർക്കാണ് മുന്നോക്കം പോകാനുള്ള ഒരിത്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിനെ കുറിച്ച് അറിയാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നവരെ വിലക്കുന്ന രീതിയിലാണ് പലപ്പോഴും കാര്യങ്ങൾ പോകുന്നത്. എന്നിരുന്നാലും കഴിഞ്ഞ 4-5 വർഷമായിട്ട് ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ
ഈ സംഘടനയുടെ ഓരോ പരിപാടികളിലും ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമ്മുടെ ആശയങ്ങൾ, അതുപോലെ ആദിശങ്കരാചാര്യ വിരചിതമായ രചനകളെക്കുറിച്ചും അതുപോലെ തന്നെ ആധ്യാത്മിക വിഷയങ്ങളെക്കുറിച്ചും ബോധവാന്മാരാക്കാൻ ശ്രമിക്കുന്ന ശ്രമത്തിന്റെ ഒരു ഭാഗമായിട്ട് ഒട്ടേറെ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതില് ഈ നമ്മുടെ ഇന്നത്തെ ഈ പഠന പരമ്പരയിൽ ഒട്ടേറെ പ്രമുഖ വ്യക്തികൾ നമ്മളോടൊപ്പം പങ്കെടുത്ത് ഒരുപാട് ക്ലാസ്സുകൾ നമുക്കായി നൽകിയിട്ടുണ്ട്. ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമുക്ക് ഏറെ പ്രിയപ്പെട്ട ബഹുമാന്യനായ രാജീവ് സാറ് എത്തിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് നല്ലൊരു ആത്മീയമായ ഒരു സന്തോഷത്തിനും നമ്മുടെ പ്രാർത്ഥനയ്ക്കും ഉതകുന്നത് തന്നെയാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. ജയശങ്കര. വളരെ സന്തോഷം സുരേഷ് ഏട്ടാ, നിങ്ങളുടെ ഏറിയ വാക്കുകൾക്ക്. അടുത്തതായി ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ കഴിഞ്ഞ 4 വർഷക്കാലമായി അതിന്റെ പ്രവർത്തനങ്ങളും അതിന്റെ പരിപാടികളും ഒക്കെ വിശദീകരിക്കുവാനായി ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ഫൗണ്ടർ മെമ്പർ കൂടിയായ ഡോക്ടർ ജയകൃഷ്ണൻ നമ്പൂതിരി അവരുടെ ഒരിക്കൽ കൂടി ഞാൻ ഈ വേദിയിലേക്ക് ആദരവ് സ്വാഗതം. ജയശങ്കര ജയശങ്കര, സർവേഭ്യോ നമസ്കാര. ഇന്ന് ജഗദ്ഗുരു ആദിശങ്കരാചാര്യ സ്വാമികളുടെ നാമധേയത്തിലുള്ള ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ ഈ മഹത്തരമായ പ്രസ്ഥാനത്തെ ഔപചാരികമായിട്ട് നമ്മളുടെ ഇന്നത്തെ മുഖ്യ അതിഥിയെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ കർമ്മം. ഇത് വളരെ വേഗം എളിയ വാക്കുകളിൽ ഞാനിത് ശ്രമിക്കാം. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ഇന്ന് തുടങ്ങിയിട്ട് 4 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ വിഷൻ എന്ന് പറയുന്നത് ലോകമെമ്പാടും സനാതനധർമ്മത്തെ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ജഗദ്ഗുരു ആദിശങ്കരാചാര്യ സ്വാമികൾ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന അദ്വൈത സിദ്ധാന്തം ലോകത്തിന് മംഗളമേകുവാനായിട്ട് ശങ്കരോതീതി ശങ്കര എന്നാണല്ലോ. അങ്ങനെ ആ മംഗളം സുഖമേകുവാനായിട്ട് ജഗദ്ഗുരു ആദിശങ്കരാചാര്യ സ്വാമികളുടെ നാമധേയത്തിൽ നമ്മൾ ഇത് കാലടി ആസ്ഥാനമാക്കി ഇന്ത്യൻ ട്രസ്റ്റ് ഓഫ് ആക്ട് 1882 പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു ഫോർമൽ രജിസ്റ്റേർഡ് നോൺ പ്രോഫിറ്റബിൾ ചാരിറ്റബിൾ ട്രസ്റ്റാണ്. ഇത് ഇന്ന് വന്നിട്ട് ഇത് 4 വർഷമായിരിക്കുന്നു. അപ്പോൾ മനുഷ്യജന്മം വളരെ ദുർലഭമാണ്. ദുർലഭം ത്രയമേവൈതത് ദൈവാനുഗ്രഹേതുകം മനുഷ്യത്വം മുമുക്ഷത്വം മഹാപുരുഷ സംശ്രയ എന്ന് ജഗദ്ഗുരു ആദിശങ്കരാചാര്യ സ്വാമികളുടെ വാക്കുകളെ പിന്തുടർന്നാണ് ഈ സംഘടന രൂപീകൃതമായത്. അതുകൊണ്ട് തന്നെ ആ മഹാപുരുഷനെ നമ്മൾ സംശ്രയിച്ചുകൊണ്ട് ലോകമെമ്പാടും ആചരണത്തിലൂടെ സനാതനധർമ്മത്തെ പ്രചരിപ്പിക്കാം എന്ന ഉദ്ദേശവുമായിട്ടാണ് നാം ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ആദ്യമായിട്ട് നാം ചെയ്തത് സുകൃതം സംസ്കൃതം എന്ന നാമധേയത്തിൽ സംസ്കൃതം പഠിപ്പിക്കുകയുണ്ടായി. ഏതാണ്ട് 10 മാസത്തോളം 368ഓളം പഠിതാക്കൾ പങ്കെടുത്തു. ഒരു പണവും മേടിക്കാതെ നാം സുകൃതം സംസ്കൃതം, കാരണം ഭാരതത്തിൻ്റെ നമ്മളുടെ ശാസ്ത്രങ്ങളെല്ലാം തന്നെ അറിഞ്ഞിരിക്കണമെങ്കിൽ അല്ലെങ്കിൽ സനാതനധർമ്മത്തെ അടുത്തറിയുവാൻ സംസ്കൃത പഠനം അനിവാര്യമാണ് എന്നുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഈ വേദങ്ങളും ഉപനിഷത്തുകളും ജ്യോതിഷവും ഇതെല്ലാം തന്നെ ശാസ്ത്രങ്ങളും പുരാണങ്ങളും സാധാരണ ജനങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്നു. അതിനെ ഒന്ന് അടുപ്പിക്കുവാനായിട്ട് സുകൃതം സംസ്കൃതം എന്ന പേരിൽ നാം സംസ്കൃത പഠനം നടത്തുകയുണ്ടായി. അതിനുശേഷം അദ്വൈത ലഹരി, ജഗദ്ഗുരു വേദം മുതൽ പുരാണം വരെ വേദങ്ങൾ, വേദാന്തങ്ങൾ, ഉപനിഷത്തുകൾ, അതേപോലെ തന്നെ സ്മൃതികൾ, പുരാണങ്ങൾ, ഇതെല്ലാം ഇതിഹാസങ്ങൾ, ഇതെല്ലാം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഡോക്ടർ PV വിശ്വനാഥൻ നമ്പൂതിരി സാറ് കഴിഞ്ഞ 3.5 വർഷമായിട്ട് പഠിപ്പിച്ചു വരികയാണ്. അതോടൊപ്പം തന്നെ പത്തനംതിട്ട ശാന്താനന്ദഗിരി ആശ്രമത്തിൽ നമുക്ക് ദിഗ്വിജയം എന്ന ക്ലാസ്സുകളിൽ ദിഗ്വിജയം എന്ന പേരിൽ ജഗദ്ഗുരു ആദിശങ്കരാചാര്യ സ്വാമികളുടെ വിരചിതമായിരിക്കുന്ന കൃതികളെ താത്വികമായ രീതിയിൽ അവലോകനം ചെയ്ത് പറഞ്ഞ് പഠിപ്പിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ശങ്കരാചാര്യ സ്വാമികളുടെ കൃതികളെ അർത്ഥമറിഞ്ഞ് ഉപാസിക്കുന്നതിനായിട്ടും ജീവിത ലക്ഷ്യങ്ങൾ എങ്ങനെ നേടാം എന്നതിനുമായിട്ട് അർത്ഥമറിഞ്ഞ് നാം അഹം ബ്രഹ്മാസ്മി എന്ന ക്ലാസ്സുകളിലൂടെ പഠിച്ചു വരുന്നു. അതോടൊപ്പം തന്നെ ബാലശങ്കരൻ, നമ്മുടെ പ്രിയങ്കരിയായ ഉഷയോപ്പോൾ തന്നെയാണ് നടത്തുന്ന കുട്ടികൾക്ക് വേണ്ടി വരും തലമുറയെ വാർത്തെടുക്കുവാൻ. കാരണം ഇങ്ങനെയൊരു സംഘടന ഉണ്ടായത് തന്നെ
ഒരു മൈക്രോ ഫാമിലി സെറ്റപ്പ് ആണ് എന്നുള്ളത് കൊണ്ടതാണ്. ഇപ്പോൾ കൂട്ടുകുടുംബ വ്യവസ്ഥയില്ല, മുത്തച്ഛൻ മുത്തശ്ശിയില്ല, പറഞ്ഞു തരുവാൻ ആരുമില്ല, സന്ധ്യ ആയി കഴിഞ്ഞാൽ ടി വിയും സീരിയലുകളുമാണ്. പിന്നെ പുതിയ ഇലക്ട്രോണിക് ഗാഡ്ഗറ്റ്സിൻ്റെ അതിപ്രസരവും പുതിയ തലമുറകളിൽ നിന്ന് ആർഷഭാരത സംസ്കൃതി നഷ്ടപ്പെടുമോ എന്നൊരു ഭയം. ഇങ്ങനെയെല്ലാം വളരെയധികം ചിന്തിച്ചതിന് ശേഷമാണ് ഇങ്ങനൊരു സംഘടന രൂപീകരിച്ചതും അതിനുവേണ്ട പ്രവർത്തനങ്ങളെ നാം ത്വരിതപ്പെടുത്തിയതും. പിന്നീട് ക്ഷേത്രായനം. ക്ഷേത്രങ്ങളെ അറിയേണ്ടത് അനിവാര്യമാണ്. കാരണം ഭാരതീയ സംസ്കൃതി ക്ഷേത്രത്തിൽ ഊഴ്ന്നു നിൽക്കുന്നു, ക്ഷേത്രങ്ങളിലൂടെ തന്നെയാണ്. അതുകൊണ്ട് ക്ഷേത്രങ്ങളെ പരിചയപ്പെടുത്തുകയും നാശോന്മുഖമായ ക്ഷേത്രങ്ങളെ എങ്ങനെ വികസിപ്പിക്കാം എന്നും ചിന്തിച്ചിട്ട് ക്ഷേത്രായനം എന്നൊരു പ്രോഗ്രാം നാം നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ സത്സംഗാൽ ജായതേ ജ്ഞാനം എന്നാണല്ലോ. അതുകൊണ്ട് സത്സംഗങ്ങൾ അനവധി നാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, മിക്കവാറും എല്ലാ ഞായറാഴ്ചകളിലും. അതോടൊപ്പം തന്നെ നമ്മൾ അതുല്യ ഭാരതം, ഭാരതത്തിലെ പ്രധാനപ്പെട്ട എല്ലാ ആഘോഷങ്ങളും നാം ആഘോഷിക്കുകയാണ്. നമ്മളുടെ കേരളത്തിൻ്റെ ആഘോഷങ്ങൾ മാത്രമല്ല, ഭാരതത്തിൻ്റെ എല്ലാ ആഘോഷങ്ങളും. നവരാത്രി നമ്മൾ ആഘോഷിച്ചു, അതേപോലെ തന്നെ നമ്മൾ വൈശാഖ മാസം ആഘോഷിക്കുന്നു, നവരാത്രി ആഘോഷിക്കുന്നു. ഇവയെല്ലാം സത്സംഗ രൂപേണ നാം നടത്തി വരികയാണ്. രാമായണ മാസക്കാലത്ത് രാമായണ പാരായണം നടത്തുന്നു, അതേപോലെ തന്നെ മാധവമാസ ആചരണങ്ങൾ നടത്തി വരുന്നു. പിന്നീട് ഇതുകൂടാതെ ധ്യാനം, മെഡിറ്റേഷൻ, ഇതിലെല്ലാം ഉപരിയായിട്ട് ആത്മാന്വേഷികളായിട്ട് ആത്മായനം. നമ്മൾ ആദ്യമായിട്ട് ആത്മായനം നടത്തിയത് ചാർധാമിലേക്കാണ്. 17 ദിവസം നീണ്ടുനിന്ന യാത്രയിലൂടെ 107 യാത്രകരുമായിട്ട് നമ്മൾ ചാർധാം നടത്തി. അത് അങ്ങ് നോർത്ത് ഇന്ത്യയിൽ ബദരിയിലും മറ്റ് ഗംഗോത്രി, യമുനോത്രി, ഇവിടെയെല്ലാം നമ്മൾ പോയിരുന്നു എന്നുള്ളതാണ്. പിന്നീട് അതിനുശേഷം എല്ലാ വർഷവും 2 പ്രാവശ്യം നാം ആത്മായനം നടത്തി വരുന്നു. ഇതിലെല്ലാം ഉപരിയായിട്ട് ശങ്കരഗ്രാമം എന്ന ഒരു പദ്ധതിയും നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ ഇപ്പം ആദ്യമായിട്ട് ഒരു 18 കുടുംബങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഗ്രാമത്തെ ഏറ്റെടുത്തു. അത് കാലടിക്കടുത്താണ്, ചൊവ്വര എന്ന ഗ്രാമത്തിൽ. അപ്പോൾ അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ നൽകിയും അതേപോലെ തന്നെ അവരെ ജീവിത ലക്ഷ്യത്തിലേക്ക് എത്തിക്കുവാൻ സ്കിൽ ഡെവലപ്മെൻറ്റ് അങ്ങനെ എന്തൊക്കെ ചെയ്ത് കൊടുത്ത് അവരെ വളർത്തിയെടുക്കാം എന്നുള്ള ശ്രമത്തിലുമാണ്. ഇതിലെല്ലാം ഉപരിയായിട്ടാണ് സനാതന ധർമാമൃതം എന്ന ഈ പ്രഭാഷണ പരമ്പരയും നാം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് 10ാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ കൂടുതലൊന്നും ഞാൻ എൻ്റെ വാക്കുകളിലേക്ക് കടക്കുന്നില്ല. എല്ലാവരും നമ്മളുടെ പ്രിയങ്കരനായ ആദരണീയനായ മുഖ്യാതിഥിയുടെ വാക്കുകൾ ശ്രമിക്കുവാനായിട്ട് കാത്തിരിക്കുന്നു. അദ്ദേഹത്തെ സ്നേഹാദരപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കട്ടെ. ജയശങ്കര, ജയശങ്കര, ജയശങ്കര. വളരെ സന്തോഷം ചേട്ടാ ഞങ്ങളുടെ വാക്കുകൾക്ക്. ചരിത്രകാരൻ, ഗവേഷകൻ, ഗ്രന്ഥകർത്താവ്, പ്രഭാഷകൻ, അധ്യാപകൻ, അത്രയ്ക്കുള്ള ഒരു മഹത്വനെയാണ് നമുക്ക് ഇന്നിവിടെ നമ്മുടെ വേദിയെ അലങ്കരിക്കുവാനായി എത്തിയിട്ടുള്ളത്. ഏറ്റവും ഏറെ ബഹുമാനത്തോടു കൂടി ഇന്നത്തെ ഈ സനാതന ധർമാമൃതം പരിപാടിയിലേക്ക് ഡോക്ടർ രാജീവ് ഇരിങ്ങാലക്കുടി സാറിനെ ആദരപൂർവ്വം ക്ഷണിച്ചു കൊടുക്കുന്നു. ജയശങ്കര, ജയശങ്കര. സാറ് മ്യൂട്ടാണ്. മ്യൂട്ട് മാറിയിട്ടില്ല. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ശ്രുതിസ്മൃതി പുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദ ശങ്കരം ലോകശങ്കരം. എല്ലാവർക്കും അല്ലേ? കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കാം. ഹലോ, കേൾക്കാവുന്ന. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഈ പരിപാടിയിൽ എന്നെ ക്ഷണിക്കാനുള്ള ഒരു പ്രധാന കാരണം ശ്രീശങ്കരനും സ്വാമിയാർ മഠങ്ങളും എന്നൊരു പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ട്. അതേക്കുറിച്ച് മാത്രമല്ല മറ്റു പല പുസ്തകങ്ങളും വായിച്ചിട്ടുള്ള അന്തർജനമാണ് ഒരു 6 മാസം മുമ്പ് എന്നോട് ഇത്തരം കാര്യം ഇങ്ങനെ ഞങ്ങളൊരു സൂം മീറ്റിംഗ് നടത്തുമ്പോൾ അങ്ങ് വരണം എന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ അന്ന് പറഞ്ഞു, അന്ന് ഞാൻ സംസാരിക്കുകയാണെങ്കിൽ ശ്രീശങ്കരനും സ്വാമിയാർ മഠങ്ങളും എന്ന പുസ്തകത്തെ കുറിച്ച് പറയാം. ഇതിപ്പോ 10 എഡിഷൻ ആയിട്ടുണ്ട്.
ഇതിലുള്ളവർ എത്ര പേര് അത് വായിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. 10ാമത്തെ എഡിഷൻ ഇറക്കിയത് സൗദി അറേബ്യയിലുള്ള ഒരു ആധ്യാത്മിക സമിതിക്കാരാണ്. ഇറക്കാൻ കാരണം ഒരുപക്ഷെ നിങ്ങളൊക്കെ കേട്ടിരിക്കാം, ഗുരുവായൂർ ക്ഷേത്രവുമായി സംബന്ധപ്പെട്ട് ഒരു പ്രമുഖ വ്യക്തി പറഞ്ഞു മിത്താണ് എന്ന് പറഞ്ഞപ്പോൾ ശങ്കരാചാര്യസ്വാമിയെ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന നമ്മുടെ ഒരു സുഹൃത്ത് സൗദി അറേബ്യയിലുള്ള ആള്, അദ്ദേഹമാണ് പുസ്തകം പ്രസിദ്ധീകരിച്ചത്. അപ്പോ ദൈവത്തിൻ്റെ സ്വന്തം നാടായിട്ടാണ് കേരളം അറിയപ്പെടുന്നത്. സ്വാമി വിവേകാനന്ദൻ 19ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിൽ കേരളത്തിൽ വന്നപ്പോൾ അന്ന് കേരളത്തെക്കുറിച്ച് പറഞ്ഞത് എല്ലാവർക്കും അറിയാം. ഇന്നത് ദൈവത്തിന്റെ സ്വന്തം നാടായി അറിയപ്പെടുന്നു. അവിടെ ജനിച്ച ശങ്കരാചാര്യ സ്വാമികൾ ശ്രീശങ്കരനും ശങ്കര ദർശനവും എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ജന്മനാട്ടിൽ ശങ്കിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഈ പുസ്തകത്തിന്റെ പ്രധാന പ്രമേയം. അത് ഞാൻ പറഞ്ഞതല്ല, വായിച്ചിട്ടുള്ള 10 എഡിഷൻ കഴിഞ്ഞു. അത് വായിച്ച ഒരാള് എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്തതാണ്. നല്ല വായനാശീലമുള്ള ഒരാള്. അത് നമുക്ക് തോന്നും ഈ ചോദ്യം കാരണം ലോകം മുഴുവനും ശങ്കരാദ്വൈതത്തെ ആദരിക്കുന്നു, ഭാരതം മുഴുവനും. പക്ഷെ കേരളത്തിൽ എന്തുകൊണ്ട് ശങ്കര ദർശനം ശങ്കിക്കപ്പെടുന്നു? അപ്പൊ ഉണ്ടോ എന്ന് ചിലർ ചോദിക്കും. ശങ്കരാചാര്യസ്വാമികളുടെ 1200ാം വാർഷികം ആഘോഷിക്കുന്ന സന്ദർഭം കാലടിയിലെ ശ്രീരാമകൃഷ്ണ അദ്വൈതാശ്രമത്തിൽ വെച്ച് EMS നമ്പൂതിരിപ്പാട് പറഞ്ഞു, ശങ്കര ദർശനം കാലഹരണപ്പെട്ടു. 1200ാം വാർഷികമാണ്. അപ്പൊ അന്ന് ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയം, സെന്റ് തോമസ് കോളേജിൽ പഠിക്കുന്ന സമയം, ആ സമയത്താണ് ശങ്കര ദർശനത്തിന്റെ സമകാലീന പ്രസക്തിയെക്കുറിച്ച് ഒരു എസ്സേ കോമ്പറ്റീഷൻ നടത്തിയപ്പോൾ അതിനു വേണ്ടി തയ്യാറാക്കിയ ഒരു ലേഖനം ഈ പുസ്തകത്തിലുണ്ട്, ശ്രീശങ്കര ദർശനം എന്ന് പറഞ്ഞു. അപ്പൊ ഈ പുസ്തകത്തിൽ, ഞാൻ എഴുതിയ പുസ്തകത്തില് ശങ്കരാചാര്യ സ്വാമികളുടെ ലഘു ജീവചരിത്രം, ശങ്കര ദർശനം എന്താണെന്ന് ഒരു ചെറിയൊരു പഠനം, പിന്നെ സ്വാമിയാർ മഠങ്ങൾ. അപ്പൊ ഇവിടെ ഈ ഗൂഗിൾ മീറ്റില്, സൂം മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന എത്ര പേര് എത്ര സ്വാമിയാർ മഠങ്ങളിൽ പോയിട്ടുണ്ടെന്ന് അറിയില്ല. ഞാൻ കന്യാകുമാരി മുഞ്ചിറ മഠം മുതൽ കാസർഗോഡ് ഇടനീർ മഠം വരെ സഞ്ചരിച്ചിട്ടാണ് തയ്യാറാക്കിയത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ. അപ്പോ സ്വാമി രംഗനാഥാനന്ദജി പറയുന്നുണ്ട്, എ പേഴ്സൺ ഷുഡ് ബി എ ജെന്റിൽമാൻ അറ്റ് ഫസ്റ്റ്, ദെൻ ട്രൈ ടു ബി എ സാധു. എന്തുകൊണ്ട് നാം ഇങ്ങനെയായി തീരുന്നു എന്ന് പറഞ്ഞപ്പോ രംഗനാഥാനന്ദ സ്വാമി പറഞ്ഞതാണ്, എ പേഴ്സൺ ഷുഡ് ബി എ ജെന്റിൽമാൻ അറ്റ് ഫസ്റ്റ്, ദെൻ ട്രൈ ടു ബി എ സാധു. ആദ്യം മനുഷ്യനാവുക, പിന്നെ മാന്യനാവുക, പിന്നെ സാധുവാകാം, അതായത് സന്യാസിയാകാം. അത് രാമകൃഷ്ണ പ്രസ്ഥാനത്തിന്റെ 13ാമത്തെ പരമാധ്യക്ഷനായ പൂർവാശ്രമത്തിൽ മലയാളിയായിട്ടുള്ള അദ്ദേഹം പറഞ്ഞതാണ്. അപ്പൊ ഒരു കാലഘട്ടത്തില് എന്തായിരുന്നു ആഹ്വാനം, താക്കീതും ആഹ്വാനവും എന്താണ്? മനുഷ്യനാവുക. എനിക്കും അതൊക്കെ തോന്നിയിട്ടുണ്ട്. ഈ പുസ്തകത്തിന്റെ 10ാമത്തെ എഡിഷൻ ഇതിലുള്ളതാണ്. അപ്പൊ സനാതന ധർമ്മം എന്ന് പറയുമ്പോൾ സനാതനമായ ധർമ്മം, ഇതിന്റെ ഈ ഗൂഗിൾ സൂം മീറ്റിങ്ങിലൊക്കെ പറഞ്ഞു. അപ്പൊ സ്വാമി വിവേകാനന്ദനോട് അമേരിക്കയിൽ വെച്ചിട്ട് ഒരാൾ ചോദിച്ചു, നിങ്ങൾ കൊട്ടിഘോഷിക്കുന്ന ഈ സനാതന ധർമ്മത്തിന്റെ സവിശേഷത എന്താണ്? ഇന്ത്യ ഈസ് എ ലാൻഡ് ഓഫ് 30 മില്യൺ ബെഗേഴ്സ്. അത് പറഞ്ഞിട്ടാണ് പറയുന്നത്, ഈ കൊട്ടിഘോഷിക്കുന്ന സനാതന ധർമ്മത്തിന്റെ സവിശേഷത എന്താണ്? അപ്പൊ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു, സനാതന ധർമ്മത്തിന്റെ മഹത്തായ സവിശേഷത അതിൻ്റെ മഹത്തായ ഗുരുപാരമ്പര്യ ഗൗരവമാണ്. ആചാര്യസ്വാമികളെ മലയാളത്തിന്റെ ഗുരുവാണെന്ന് മലയാളത്തിലെ പലർക്കും തോന്നുന്നുണ്ടോ? ഇപ്പൊ ഷോപ്പനോവറെ പോലെയുള്ള പ്രസിദ്ധ പാശ്ചാത്യ ചിന്തകര് പറയുന്നുണ്ട്, തത്വചിന്തയുടെ ആരാമത്തിൽ വിരിഞ്ഞ
ഏറ്റവും മനോഹരമായ സുഗന്ധപൂരിതമായ ഒരു പുഷ്പം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ ശങ്കരാദ്വൈതം എന്ന് പറയും. അദ്വൈതമല്ല, ശങ്കരാദ്വൈതം എന്ന് പറയും. പക്ഷെ കേരളത്തിൽ, ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ എന്താണ് ശങ്കര ആചാര്യസ്വാമികളുടെ ജീവിതത്തെയും സന്ദേശത്തെക്കുറിച്ച് ബഹുഭൂരിപക്ഷത്തിനുള്ള അഭിപ്രായം എന്താണ്? അത് മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം നമ്മൾ ആത്മാർത്ഥമായിട്ട് നടത്തിയിട്ടുണ്ടോ? നടത്തിയിട്ടുണ്ടെങ്കിൽ ഒന്ന്, ഈ കന്യാകുമാരി മുഞ്ചിറം മഠം മുതൽ കന്യാകുമാരി തൊട്ട് ഗോകർണം വരെ ഒന്ന് ഇപ്പൊ പോയണം. ഇന്നലെ മിനിയാന്ന് 24-ന് ഞാൻ തിരുവട്ടാർ ഉള്ള സ്വാമിയാർ മഠത്തിൽ പോയിരുന്നു. അവിടെ 6 വർഷം ഉണ്ടായിരുന്ന സ്വാമിയാര് അദ്ദേഹം കേരളം വിടുകയാണ്. എന്തുകൊണ്ട്? അദ്ദേഹം ഹിമാലയത്തിലേക്ക് പോയിരിക്കുകയാണ്. അപ്പൊ ഞാൻ മനോരമ പത്രത്തിലുള്ള വന്ന ഒരു റിപ്പോർട്ട് ഉഷാ അന്തർജനത്തിന് കൊടുക്കുകയും അതൊന്ന് ഷെയർ ചെയ്യണമെന്നും പറഞ്ഞു. ഒന്ന്, ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ സ്വാമിയാർ മഠങ്ങൾ ആകെ എൻ്റെ അറിവിലെ 4 സന്യാസിമാരാണുള്ളത്. അപ്പൊ ഈ ശങ്കര മഠങ്ങൾ, ഉത്തരേന്ത്യയിലെ ശങ്കര മഠങ്ങൾ പ്രസ്ഥാനത്രയം പഠിപ്പിക്കുന്നു. ഇവിടെയോ ഇപ്പൊ തിരുവട്ടാറിലെ പണ്ട് കാലത്തെ പ്രസ്ഥാനത്രയ, തിരുവട്ടാറിലല്ല, കോട്ടയത്തിനടുത്തുള്ള തിരുവാർപ്പ മഠത്തില് പ്രസ്ഥാനത്രയം പഠിപ്പിച്ചിരുന്നു. അപ്പൊ ഞാൻ ഒരിക്കലും മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിപ്പാടിനെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ അവിടത്തെ ശിഷ്യനായിരുന്നു, തിരുവാർപ്പ മഠത്തിലെ ശിഷ്യനായിരുന്നു. എന്തുകൊണ്ട് അദ്ദേഹം ഈ ഭാഗവത പ്രചാരണത്തിൽ പ്രമുഖ സ്ഥാനം അലങ്കരിച്ചു എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹത്തിന് ഈ പ്രസ്ഥാനത്രയത്തില് നല്ല വിൽപ്പത്തി ഉണ്ടായിരുന്നു. ഭക്തി, യുക്തി, വിഭക്തി, അങ്ങനെയാണല്ലോ ഇപ്പൊ നമ്മുടെ നാട്ടിൽ മുഴുവനും ഭക്തന്മാരാ. ക്ഷേത്ര പുനരുദ്ധാരണം നടക്കുന്നു, ക്ഷേത്രവിശ്വാസികൾ എണ്ണം കൊടുക്കുന്നു. പക്ഷെ മഠങ്ങളിൽ, വിശിഷ്യ ശങ്കര മഠങ്ങളിൽ ആരും തന്നെ വരുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് തിരുവട്ടാറിൽ 6 വർഷം നടന്ന സ്വാമിയാര് പോകുന്നത്. അപ്പൊ ഈ യാഥാർത്ഥ്യം നമ്മൾ വിസ്മരിച്ചിട്ട് കാര്യമില്ല. ശങ്കര ഇന്റർനാഷണൽ ആൾക്കാര് ആദ്യമായിട്ട് ഇത്തരം പല കാര്യങ്ങളും ചെയ്യുന്നു എന്ന് പറയുന്നു, സന്തോഷകരം. ഒന്ന്, ശങ്കര മഠങ്ങളിൽ കൂടെ ഒരു യാത്ര നടത്താൻ കഴിയുമെങ്കിൽ വളരെ നന്നായിരുന്നു. എവിടെ നിന്ന് തൊട്ട്? കന്യാകുമാരി മുഞ്ചിറ മഠം തൊട്ട് കാസർഗോഡ് ഇടനീർ മഠം. അപ്പൊ കാസർഗോഡ് മഠം വളരെ പ്രശസ്തമാണ്. ഇടനീർ മഠം കേശവാനന്ദ ഭാരതി വേഴ്സസ് ഗവൺമെന്റ് ഓഫ് കേരള, പിന്നീട് അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആയി. ആ ചരിത്രം അത് പറയണമെങ്കിൽ ഒരുപാട് കാര്യമുണ്ട്. കാര്യം, ഭൂപരിഷ്കരണ നിയമം കഴിഞ്ഞ ശേഷം ഈ ഇടനീർ മഠത്തിന് കേരളത്തിലുണ്ടായ ഭൂമി നഷ്ടപ്പെട്ടു. കർണാടകയിലുള്ള ഭൂമി നിലനിന്നു. അപ്പൊ അതിൽ നിന്നാണ് റൈറ്റ് ഓഫ് പൊസഷൻ, പൗരന് സമ്പാദിക്കാനുള്ള അധികാരം പോലും ആ കേസിൽ നിന്നാണ് ഉണ്ടായത്. ആ ഇടനീർ മഠം നമ്മുടെ ഇടയിൽ മഠത്തിൽ നിന്ന് പോയ തൃക്കൈക്കാട്ട് മഠത്തിൽ നിന്നും വന്ന ഇടനീർ മഠം, അതായത് പയസ്വിനി നദിയുടെ തീരത്ത് ഇരിക്കുന്ന ഇടനീർ മഠം. അപ്പൊ ഇപ്പോ പ്രസംഗം ഡിസ്റ്റർബ് ആവുന്നില്ലല്ലോ? കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം. അപ്പൊ ഈ ഇടനീർ മഠം അത് കർണാടകയുടെയും കേരളത്തിന്റെ ബോർഡറിലായതുകൊണ്ട് വളരെ നല്ല രീതിയിൽ നടക്കുന്ന, അവര് ആത്മീയവും ലൗകികവുമായ കാര്യങ്ങൾ നടത്തുന്നുണ്ട്. ഒരു ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്. പിന്നെ കന്നഡ ഇതിലും മലയാള രീതിയിലും പങ്കെടുക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ തൃശ്ശൂർ കേന്ദ്രീകരിച്ചിട്ടാണല്ലോ ഈ സ്വാമിയാർ മഠങ്ങളുള്ളത്. അതിൻ്റെ ചരിത്രം പറയുന്ന ഒരു പുസ്തകം ഉണ്ടെങ്കിൽ നമ്മൾ തയ്യാറാക്കിയത് മാത്രമാണ്. ഇപ്പൊ കേൾക്കുന്നു, ഒരു പഴയകാലത്തെ ഒരു SFI-കാരനും ആയ ബ്രഹ്മാനന്ദോദയം സ്കൂളിൽ പഠിച്ച ഒരു വിദ്വാൻ ഈ പുസ്തകത്തെ, ഇതിനെക്കുറിച്ചിട്ടൊരു ഗവൺമെന്റ്, ഇപ്പൊ സർക്കാരൊക്കെ മാറിയിരിക്കുകയാണല്ലോ, അപ്പൊ അതിന്റെ ഭാഗമായിട്ടൊരു പഠനം നടത്തുന്നുണ്ട് ഇതിനെക്കുറിച്ച് എന്ന് പറയുന്നുണ്ട്.
അപ്പൊ ഈ പഠനം നടത്തണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു വിഷയത്തെക്കുറിച്ച് പഠനം നടത്തണമെങ്കിൽ ഗൂഗിളിൽ ഇങ്ങനെ ബട്ടൺ അമർത്തിയോണ്ടോ അല്ലെങ്കിൽ പുസ്തകം എഴുതിയ ആൾക്കാരോട് എന്തെങ്കിലും ചോദിച്ചിട്ടല്ലോ, അതാത് സ്ഥലങ്ങളിൽ പോയി വിവരം ശേഖരിക്കുകയല്ലേ വേണ്ടത്. അപ്പൊ ഇവിടെ നടക്കുന്ന ഗവേഷണം ഒരു പുസ്തകത്തിൽ നിന്ന് എടുത്താൽ ഗവേഷണം, ഒന്നിൽ കൂടുതൽ പുസ്തകത്തിൽ നിന്ന് എടുത്താൽ അത് മോഷണമാവും. അതുകൊണ്ടൊന്നും പല പുസ്തകങ്ങളിലേക്ക് തിരിയില്ല ആണ് പറയുന്നത്. അപ്പൊ ഇത് ഇത്തരത്തിലുള്ള ഞാൻ ഈ പറഞ്ഞ പോലെ ഇത് ഞാൻ പറഞ്ഞ പോലെ ഒരു കോളേജ് അധ്യാപകർക്കും എന്ന് പറയുന്നവർക്കൊക്കെ ഉചിതമാണോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. കാര്യം ഇവിടെ ഈ ശങ്കര മഠങ്ങൾ എന്ന് പറയുന്ന സ്വാമിയാർ മഠങ്ങള് കൂടെ നമ്മൾക്ക് പോകണമെങ്കിൽ ഞാൻ കേരളത്തിലെ മറ്റ് ആശ്രമങ്ങളിലൊക്കെ സന്ദർശിച്ചിട്ടുള്ള ആളാണ്. ഇവിടെ പോകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ചില പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകളെ, ആ പ്രതിബന്ധങ്ങളെ തരണം ചെയ്തിട്ടാണ് നമ്മളിതൊക്കെ തയ്യാറാക്കിയത്. അപ്പൊ ഒരു ചോദ്യം വരുന്നത് എന്താണെന്ന് വെച്ചാൽ, പൊതുജനങ്ങൾ സ്വാമിയാർ മഠങ്ങളിലേക്ക് വരുന്നില്ല, അതുകൊണ്ടാണ് ഈ മഠങ്ങൾ ശോചനീയമാകുന്നത് എന്നൊരു കാര്യം പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ പണ്ട് ശങ്കരമഠങ്ങളിൽ പണ്ട് കാലത്ത് ഈ പ്രസ്ഥാനത്രയ പഠനം നടക്കുന്നു. ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ ഒന്ന് പുഷ്പാഞ്ജലി സ്വാമിയാർമാര് പുഷ്പാഞ്ജലി ചെയ്യുന്നു, പിന്നെ വെച്ച് നമസ്കാരം. തെക്കേമഠം മൂപ്പിൽ സ്വാമിയാർ പറയുന്നത് ഈ വെച്ച് നമസ്കാരത്തിന് വരുന്നതിൽ 99% നമ്പൂതിരിയേതര ആൾക്കാരാണ് വരുന്നത്. അതിൻ്റെ രീതികൾ എന്താണ് ഏതാണെന്ന് ഒക്കെ ഇപ്പൊ കാലം ചെല്ലും തോറും അതിനെക്കുറിച്ച് ഇത് വരികയാണ്. അപ്പോ നേരെ മറിച്ച് ഭാരതത്തിലെ ശങ്കര മഠങ്ങൾ അവിടെ ഈ ദാർശനിക അടിത്തറയിലാണ് അത് അന്നും ഇന്നും നിലകൊള്ളുന്നത്. ഇവിടെയോ സന്യാസത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പഠിക്കേണ്ട സാക്ഷാൽ സന്യാസിമാരുടെ സന്യാസിയായിട്ടുള്ള ശങ്കരാചാര്യസ്വാമികളുടെ മഠം എന്തുകൊണ്ട് ഭാരതത്തിന്റെ ഇതര ഭാഗങ്ങൾ മാറുമ്പോൾ കേരളം മാത്രം മാറുന്നില്ല എന്നുള്ളൊരു ചോദ്യം വീണ്ടും വീണ്ടും ഈ പുസ്തകം നിങ്ങളൊക്കെ ഒന്ന് വായിച്ചിരുന്നാൽ നന്നായിരിക്കും എന്നുള്ളത്. അപ്പൊ ശ്രീനാരായണ ഗുരുദേവൻ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ അനുകമ്പ ദശകത്തില്, സരളാദ്വയ ഭാഷ്യകാരനാം ഗുരുവോ ഈ അനുകമ്പയാണ്ടവൻ. അതിപ്പോ ശങ്കരാചാര്യസ്വാമിയുടെ നാരായണ ഗുരുദേവന്റെ ഭക്തന്മാരും ആ കൃതികളിൽ പണ്ഡിതന്മാരെന്ന് പറയുന്ന ആൾക്കാർ അത് ശങ്കരാചാര്യസ്വാമിയെ കുറിച്ചിട്ട് അല്ല, ഒട്ടും അനുകമ്പയാണ്ട ഒരാളായിരുന്നില്ല ശങ്കരാചാര്യസ്വാമി. ചാതുർവർണ്ണ്യം ഉണ്ടാക്കിയ ആള് മനീഷ പഞ്ചവൊക്കെ കോട്ട് ചെയ്തിട്ടാണ് പറയുന്നത്. ഒന്ന് നോക്കണം, നാരായണ ഗുരുദേവൻ എഴുതിയിരിക്കുന്ന എന്താണ്? സരളാദ്വയ ഭാഷ്യകാരനാം ഗുരുവോ ഈ അനുകമ്പയാണ്ടവൻ എന്ന് ഗുരു പറയുന്നു. പക്ഷെ ഗുരുവിന്റെ ശിഷ്യരെന്ന് പറയുന്നവര് എന്താണ് പറയുന്നത്? ഗുരു നാരായണ ഗുരുദേവൻ വളരെ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്, തത്വത്തിൽ നാം ശ്രീശങ്കരനെ പിന്തുടരുന്നു. അത് ഈ ഭാരതത്തിന്റെ നവോത്ഥാനത്തിന്റെ ദാർശനിക അടിത്തറ അദ്വൈതമാണ്. അദ്വൈത ശാസ്ത്രത്തെ പഠിച്ചവർക്ക് ശങ്കരാചാര്യസ്വാമികളെ അവഗണിക്കാൻ സാധിക്കില്ല. അപ്പൊ ഇത് ഈ വാസ്തവം എല്ലാവർക്കും അറിയാമെന്ന് വെച്ചാൽ ലോകം മുഴുവനുമുള്ള തത്വചിന്താപരമായ കാര്യങ്ങളിലേക്ക് താല്പര്യമുള്ളവർക്കെല്ലാം അറിയാം. പക്ഷെ കേരളത്തിൽ എന്തുകൊണ്ട് ഇതൊരു ചോദ്യചിഹ്നമാവുന്നു? അതിനെ പരാമർശിച്ചിട്ടാണ് ഒന്ന്, ശങ്കരമഠങ്ങൾ കാലം ചെല്ലും തോറും അതിൻ്റെ പ്രഖ്യാപിത നയങ്ങളിൽ നിന്നും മാറി പൗരോഹിത്യത്തിലേക്ക് തീരുന്നു. ഒന്ന്. രണ്ട്, ശാങ്കര സ്മൃതി എന്നൊരു ഗ്രന്ഥമുണ്ട്. ആ ശാങ്കര സ്മൃതിയിലാണ് ഈ അനാചാരങ്ങൾ 64 അനാചാരങ്ങൾ തുടങ്ങിയ കൃതികളൊക്കെ ഉള്ളത്. അത് ശങ്കരാചാര്യസ്വാമികൾ എഴുതിയതാണെന്ന് പ്രചരിപ്പിച്ചു. അപ്പോ ഗാന്ധിജി വൈക്കത്ത് വന്നപ്പോ ഇണ്ടന്തുരുത്തി നമ്പ്യാതിരിയോട് ചോദിച്ചതാണ്, ഈ തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മ അതാണ് ഒരു നോക്കണം. അൺടച്ചബിലിറ്റി ഭാരതം മുഴുവനും ഉണ്ടായിരുന്നു. അൺഅപ്രോച്ചബിലിറ്റി
തൊട്ടുകൂടായ്മയും കേരളത്തിലുണ്ടല്ലോ. അപ്പൊ ഗാന്ധിജി വൈക്കം സത്യാഗ്രഹ സമയത്ത് വന്നപ്പോ ഇണ്ടംതുരുത്തി നമ്പ്യാരോട് ചോദിച്ചു, ഈ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഹിന്ദുമതത്തിന്റെ ഭാഗമാണോ? അപ്പൊ ഇണ്ടംതുരുത്തി നമ്പ്യാതിരി പറഞ്ഞു, അതെ, ഭാഗമാണ്. അതെങ്ങനെ പ്രമാണമാകുന്നു എന്ന് ചോദിച്ചപ്പോ, അത് സാക്ഷാത് ശങ്കരാചാര്യസ്വാമിയുടെ ഒരു ശങ്കര സ്മൃതിയുണ്ട്. അപ്പൊ അന്ന് അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു നമ്പ്യാതിരി, അദ്ദേഹത്തിന്റെ പേര് കൃഷ്ണൻ നമ്പ്യാതിരി, അദ്ദേഹം പറഞ്ഞു, ഈ ശങ്കരസ്മൃതിക്ക് ശങ്കരകൃതികളുമായി പുലബന്ധം പോലുമില്ല. അപ്പൊ അദ്ദേഹം കൃഷ്ണൻ നമ്പ്യാതിരി എന്ന മദിരാശിയില് പ്രശസ്തമായ പ്രസിഡൻസി കോളേജിൽ BA ഓണേഴ്സ് സംസ്കൃതം പാസ്സായി, റാങ്കോടുകൂടി പാസ്സായി വന്നിരിക്കുന്ന സമയ. അപ്പൊ അതൊരു പയ്യൻ പറയുന്നത്, അപ്പൊ ഗാന്ധി മത ശങ്കരാചാര്യസ്വാമി പറഞ്ഞതാണെങ്കിൽ അത് നിഷേധിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ കൃഷ്ണൻ നമ്പ്യാതിരി ഇടപെട്ടിട്ട് പറഞ്ഞു, ഈ കൃതി അല്ലാന്ന് എനിക്ക് ഉറപ്പുണ്ട്, ഒരു കാര്യം ചെയ്യണം, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലേക്ക് അയച്ചു കൊടുക്കണം. മദൻ മോഹൻ മാളവ്യക്ക്, അദ്ദേഹം ഹിന്ദു മഹാസഭയുടെ പ്രസിഡന്റും കൂടിയായിരുന്നു, അദ്ദേഹത്തിന് അയച്ചു കൊടുത്താൽ ഇത് തീർച്ചയാക്കണം. ശങ്കരകൃതിയാണ്, അതിൽ ഇതെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ അംഗീകരിക്കാം. അതല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശങ്കരാചാര്യസ്വാമികളെ ഈ ശാങ്കരസ്മൃതി എന്ന ഗ്രന്ഥത്തിന്റെ ഉപജ്ഞാതാവ് എന്നുള്ളതിൽ നിന്ന് അദ്ദേഹത്തെ മോചിപ്പിക്കണം. അങ്ങനെ ഗാന്ധിജി മുഖാന്തരം മദൻ മോഹൻ മാളവ്യക്ക് അയച്ചു കൊടുക്കുന്നു. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലെ പണ്ഡിതന്മാര് ഈ ശാങ്കരസ്മൃതി എന്ന ഗ്രന്ഥം പഠിക്കുന്നു. അത് ശങ്കരാചാര്യ വിരചിതമല്ലെന്ന് തെളിയിക്കുന്നു. അങ്ങനെയാണ് ഇവിടെ ശങ്കരാചാര്യസ്വാമിയും തൊട്ടുകൂടായ്മയും തീണ്ടുകൂടായ്മയായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് ഏതൊരു ശങ്കരൻ നമ്പൂതിരി, അത് പറയുമ്പോ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. വേദാധികാര നിരൂപണം എന്ന കൃതിയിലെ ചട്ടമ്പിസ്വാമി പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് വായിച്ചു നോക്കണം. അപ്പൊ അത് പറഞ്ഞിട്ട് ചിലവരുണ്ട്, ചട്ടമ്പിസ്വാമി അടക്കം ശങ്കരാചാര്യെ എതിർക്കുന്നുണ്ട്. ശങ്കരാചാര്യസ്വാമി അടക്കം എന്താ പറഞ്ഞിരിക്കുന്നത്, തീയിന് ചൂടില്ല എന്ന് ഏത് ശ്രുതി പറഞ്ഞാലും അത് തള്ളിക്കളയണം, കാരണം അനുഭവം എന്താ. അപ്പൊ അത് തന്നെയാണ് ചട്ടമ്പിസ്വാമിയും പറഞ്ഞിട്ടുള്ളൂ, വേദാധികാര നിരൂപണം. വേദത്തിന് അധികാരി ആര്, അറിവിന് അധികാരി ആര്. അപ്പൊ ഇതൊരു വലിയ കഴിഞ്ഞ നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ പ്രശ്നം കേരളത്തിൽ. ഇപ്പൊ കാലടി, ശ്രീശങ്കര ഇന്റർനാഷണൽ കാലടി എന്നൊക്കെ പറയും നമ്മള്. 1906 TK കൃഷ്ണമേനോൻ കാലടിയിൽ വന്നു. ഈ TK കൃഷ്ണമേനോൻ ആരാ? കൊച്ചി മഹാരാജാവിന്റെ ദിവാനായിരുന്നു TK കൃഷ്ണമേനോൻ. അദ്ദേഹത്തിന് കൊച്ചി രാജാവ് പറഞ്ഞു, ശൃംഗേരി സ്വാമിയാര് പറഞ്ഞിട്ടുണ്ട് അത് കാലടിയിലത്തെ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാം, കാരണം ശങ്കര ജന്മഭൂമി കാലടിയിലാണെന്ന് അദ്ദേഹത്തിനൊരു ദർശനം, വിഷൻ കിട്ടിയിരിക്കുന്നു. അപ്പൊ അതിന്റെ ബലമായിട്ട് അവിടെ ശങ്കര ജന്മഭൂമിയുടെ ആ പൗരാണിക പാരമ്പര്യം, പൈതൃകം വീണ്ടെടുക്കാൻ നമുക്ക് കൊച്ചി രാജ്യത്തിൽ കഴിയുന്ന എന്ത് ചെയ്യാൻ പറ്റും. പക്ഷെ TK ശങ്കരമേനോന് പോലും 1906 കാലടിയിലേക്ക് പ്രവേശിക്കാൻ പറ്റാത്തൊരു സന്ദർഭം ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഈ റിപ്പോർട്ടൊക്കെ ഇപ്പോ കേരള സാഹിത്യ അക്കാദമി ഇറക്കിയ ശങ്കരന്റെ കൃതികളിലുണ്ട്. ഇപ്പൊ അങ്ങനെയല്ല കാലടിയുടെ സ്ഥിതി. കാലടിയുടെ സ്ഥിതി ഇപ്പൊ എന്താ? 1936 സ്വാമി ആഗമാനന്ദൻ, അതായത് കൃഷ്ണൻ നമ്പ്യാതിരി ശ്രീരാമകൃഷ്ണ ആശ്രമത്തിൽ ചേർന്ന് ആഗമാനന്ദ സ്വാമികളായി. അദ്ദേഹം 1936 ശങ്കര ജയന്തിക്ക് ദിനത്തിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ചു. പിന്നെ 1943 അതിന്റെ ശങ്കര അദ്വൈതാശ്രമം സ്ഥാപിക്കുന്നത്. എന്തുകൊണ്ട് കേരളം വിട്ട ഇപ്പൊ കോട്ടയത്തിനടുത്തുള്ള തിരുവാർപ്പമഠത്തിലെ സ്വാമിയാര് പറഞ്ഞല്ലോ, സന്യാസിമാർക്ക് ഹിമാലയമാണ് നല്ലത്, കേരളം ഒട്ടും പറ്റില്ലേ, യതിവർജിത പ്രദേശമാണ്. അങ്ങനെ പോയ 1928 കേരളം വിട്ട് കാശിയിൽ പോയി ഉപരിപഠനത്തിന് പോയ ആഗമാനന്ദ സ്വാമികളോട് അവിടുത്തെ പണ്ഡിതന്മാര് ചോദിച്ചു, നിങ്ങൾ ശങ്കരാചാര്യ എന്ന് പറയുന്നുണ്ട്, ആര്?
കേരളത്തിലുള്ളവര് മലയാളികൾ. പക്ഷെ ശ്രീശങ്കരന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളൊരു ചോദ്യമാണ് അദ്ദേഹത്തെ വീണ്ടും കേരളത്തിലേക്ക് വരാൻ പ്രേരിപ്പിച്ചത്. 1935 അദ്ദേഹം വൈക്കത്ത് അഷ്ടമി നാളിൽ വൈക്കത്ത് വന്നപ്പോൾ അന്ന് തിരുവിതാംകൂർ ദേവസ്വം കമ്മീഷണറായ ഒരു രാമകൃഷ്ണ അയ്യർ എന്ന് പറയുന്ന ഒരാള് അദ്ദേഹത്തെ കാണുകയും വൈക്കത്തെ പ്രഭാഷണം നടത്താൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുകയും അത് കേട്ട പറയത്ത് കൃഷ്ണമേനോൻ കാലടിയിലേക്ക് അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. 1935 വരുന്നു, 36 അദ്വൈതാശ്രമം സ്ഥാപിക്കുന്നു. ഇന്ന് കാണുന്നു കാലടിയിൽ ഇന്ന് കാണുന്ന ശങ്കര വൈഭവം, എന്തെങ്കിലും വൈഭവം ഉണ്ടെങ്കിൽ തന്നെ അതെ, ശങ്കര സർവകലാശാലയൊക്കെ കുറെ വൈഭവമുള്ള ആൾക്കാരുണ്ട്, നമുക്കൊക്കെ അറിയാലോ. അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നാം ആഗമാനന്ദ സ്വാമികളോട് കടപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം എന്താ ശാങ്കരസ്മൃതി പോലുള്ള കൃതികളെ അദ്ദേഹം ചോദ്യം ചെയ്തു. അതിൽ നിന്നും ശങ്കരാചാര്യ സ്വാമികളുടെ പേരിനെ, ആ മഹാചാര്യന്റെ അദ്ദേഹത്തെ മോചിപ്പിച്ചു. മാത്രമല്ല ശങ്കര സിദ്ധാന്തം അത് സാധാരണക്കാർക്ക് പറ്റില്ല എന്ന് പറഞ്ഞ ശങ്കരാചാര്യരുടെ ജീവിതവും ദർശനവും മലയാളത്തിലാക്കി പ്രഭാഷണം നടത്തും. അത് നോട്ട് അത് പുസ്തക രൂപത്തിലാക്കും. അദ്ദേഹം തന്നെ ബാഗിലാക്കി പ്രഭാഷണം നടത്തുന്ന സ്ഥലത്തിൽ പ്രചരിപ്പിക്കും. അപ്പൊ വളരെ ശങ്കര ജന്മഭൂമിയായ കാലടിയുടെ ഒരു പുനരുദ്ധാരണം നടന്നിട്ട് വലിയ കാലങ്ങളായിട്ടില്ല. 36 തൊട്ടിപ്പോ ഒരു 90 വർഷം ആകാൻ പോകുന്നു. അപ്പൊ സാധാരണ ജനങ്ങളിലേക്ക് അദ്വൈത സിദ്ധാന്തം പ്രചരിപ്പിച്ചു. അത് സ്വാമി വിവേകാനന്ദൻ പറയുന്നുണ്ട്. സനാതന ധർമാവലംബികളുടെ പ്രഥമവും പ്രധാനവുമായ കർത്തവ്യം എന്താണ്? വേദാന്ത സന്ദേശം കുടിൽ മുതൽ കൊട്ടാരം വരെ പ്രചരിപ്പിക്കുക. ഇതാണോ നമ്മൾ ചെയ്യുന്നത്? സനാതന ധർമ്മ സന്ദേശ പ്രചാരണം എന്ന് പറയുമ്പോൾ വിവേകാനന്ദ സ്വാമി, ആഗമാനന്ദ സ്വാമി തുടങ്ങിയ ആൾക്കാര് ഈ വേദാന്ത സന്ദേശം പ്രചരിപ്പിച്ചു. അവരുടെ വേദാന്തത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ സ്നേഹാർദ്രമായ സഹാനുഭൂതിയാണ് എൻ്റെ വേദാന്തം. ഒന്ന് അടിവരയിട്ട് ഈ കൊട്ടിഘോഷിക്കുന്ന വേദാന്തം ഇപ്പൊ നമ്മുടെ നാട്ടില്, മലയാള നാട്ടിലൊക്കെ വേദാന്തികളെ കൊണ്ട് നടക്കാൻ പറ്റുന്നില്ല. പക്ഷേ സ്വാമി വിവേകാനന്ദൻ ആ വേദാന്തത്തെ പ്രായോഗിക വേദാന്തം എന്ന് പറഞ്ഞു. ഇപ്പൊ കാലടി സർവകലാശാലയിലും അവിടെയും ഇവിടെയും ഒക്കെ പ്രസംഗിക്കുമ്പോൾ എല്ലാ പ്രാസംഗികരും പറയുന്നത് എന്താണ്? ശങ്കരാദ്വൈതം അത് പ്രായോഗികമായിരുന്നില്ല. എന്നാൽ സ്വാമി വിവേകാനന്ദന്റെയും നാരായണ ഗുരുദേവനും ഒക്കെയുള്ള അദ്വൈതം അത് സ്നേഹാർദ്രമായ സഹാനുഭൂതി ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ചോദ്യം ഇപ്പൊ ആദിശങ്കര ഇന്റർനാഷണലിന്റെ മുമ്പിലൊക്കെ വെക്കുമ്പോൾ എന്ത് മറുപടി നമുക്കുണ്ട്? ഇന്ന് കേരളത്തിലെ ദാർശനിക തലത്തിലൊക്കെ ഉയർന്ന ഒരു ചോദ്യമാണ്. എന്തിന് ശങ്കര സർവകലാശാലയില് ഒരു കർണാടകക്കാരനായ ഒരു യുക്തിവാദി KS ഭഗവാനെ കൊണ്ടുവന്നിട്ട് പ്രസംഗിപ്പിച്ചു. ശ്രീശങ്കര ഇസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ ഫാഷിസം. ഫാഷിസം എന്നൊക്കെയാണ് അതിന്റെ ഉച്ചാരണം പറയുന്നത്. അപ്പൊ ഫാസിസം എന്ന് പറയുന്ന ഫാഷിസത്തിന്റെ ഉപജ്ഞാതാവ് ഹിറ്റ്ലർ അല്ല, ഹിറ്റ്ലറാണെന്നാണ് പറയുന്നത്. നെപ്പോളിയൻ അല്ല, മറ്റേ മുസോളിനി. ഒന്ന് നോക്കണം നമ്മുടെ നാട്ടിൽ നടക്കുന്ന പ്രചരണം. അപ്പൊ എന്ത് വന്നാലും ഞാൻ ഈ ശങ്കര ഇന്റർനാഷണലിന്റെ ആൾക്കാരെ, അതും കാലടി കേന്ദ്രമായിരിക്കുന്ന ആൾക്കാരെ അഭിനന്ദിക്കുകയാണ്. കാരണം ഇങ്ങനെയൊക്കെയുള്ള, അതും കലാലയങ്ങളിലും ഉന്നത സർവകലാശാലകളിലൊക്കെയാണ് ഇങ്ങനെയുള്ള വ്യാഖ്യാനങ്ങൾ ഇതൊക്കെ നടക്കുമ്പോൾ, ഇത്തരത്തിലുള്ള പ്രചരണങ്ങളൊക്കെ നടക്കുമ്പോൾ, പ്രചണ്ഡമായ പ്രചരണം നടക്കുമ്പോൾ, ഇപ്പൊ ഈ ശങ്കര ഇന്റർനാഷണലിന്റെ ചില വളരെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ ചെയ്യുന്നു എന്നറിയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. പ്രത്യേകിച്ചും കുട്ടികളിലേക്ക്, യുവജനങ്ങളിലേക്ക് ഒക്കെ പോകുന്നു. ഇനി എൻ്റെ ഒരു
ഇത് വെറും ഒരു പ്രഭാഷണമല്ല. ഞാൻ ഈ പറഞ്ഞല്ലോ, കേരളത്തിലെ ആശ്രമങ്ങൾ, തീർത്ഥപാദ സമ്പ്രദായം, രാമകൃഷ്ണാശ്രമം. ഞാനിപ്പോ ഇവിടെ പ്രഭാഷണം ചെയ്തത് തിരുവനന്തപുരം കിഴക്കേക്കോട്ടയുള്ള അഭേദാശ്രമത്തിൽ വെച്ചാണ്. അങ്ങനെ പല ആശ്രമങ്ങളിലും പോയിട്ട് അത് നോക്കുമ്പോൾ, അത്തരം ആശ്രമങ്ങൾ നോക്കുമ്പോൾ ശങ്കര മഠങ്ങൾ എന്ന് പറയുന്ന സ്വാമിയാർ മഠങ്ങൾ ഒരു കാലത്ത് അത് കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും തിരുവിതാംകൂറിലെ മഹാക്ഷേത്രങ്ങളുടെ അടുത്തായിരുന്നു ഈ സ്വാമിയാർ മഠങ്ങൾ. അപ്പൊ അതിന്റെ കുറച്ചൊരു ചരിത്രം പറഞ്ഞ അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. ഇനി ഒരു 10-15 മിനിറ്റ് ഉണ്ടല്ലോ. മഹോദയപുരം രാജാവായ രാജശേഖരൻ ശങ്കരാചാര്യ ശിഷ്യർക്ക് ശങ്കര സന്ദേശം പ്രചരിപ്പിക്കാൻ തൃശ്ശൂർ വടക്കനാഥ ക്ഷേത്ര കേന്ദ്രീകരിച്ചുള്ള യോഗാതിരി മഠം ഒക്കെ ആയിട്ടുള്ള ആ സ്ഥലം ഈ കൊടുത്തു എന്നുള്ളതാണ് ഒരു പ്രചരണം. അതിനൊരു ചരിത്രരേഖകളും ഇല്ല. കൊല്ലവർഷം ആരംഭിക്കുന്ന സമയത്ത് കൊടുത്തു. അപ്പോ ഈ ശങ്കര മഠങ്ങൾ എന്ന് പറയുന്ന സ്വാമിയാർ മഠങ്ങൾ, അല്ലെങ്കിൽ സ്വാമിയാർ മഠങ്ങൾ എന്ന് പറയുന്ന ശങ്കര മഠങ്ങൾക്ക് 1200 വർഷം പഴക്കമുണ്ടെന്നാണ് പറയുന്നത്. അതൊരു കേട്ടുകേൾവി, അത് ശബ്ദം, ശ്രുതി എന്ന് പറഞ്ഞാൽ ശബ്ദമാണല്ലോ, ശബ്ദം കേട്ടുകേൾവി, അത് രൂഢമൂലമായി. അത് നിങ്ങൾക്കറിയാം ഏതൊക്കെയാണെന്ന് വെച്ചാൽ തെക്കേ മഠം, നടുവിൽ മഠം, ഇടയിൽ മഠം, വടക്കേ മഠം. നാട്ടിൽ പകുതി നടുവിൽ മഠത്തിന് എന്ന് ഉണ്ടായിരുന്നു. ഇപ്പോ കാലടിയിലെ തെക്കേ മഠത്തിലാണ് ശൃംഗേരി മഠം ഇരിക്കുന്നത്. അവിടെ മലയാറ്റൂർ പള്ളിയൊക്കെ കുടികൊള്ളുന്നത് നടുവിൽ മഠത്തിന്റെ പ്രോപ്പർട്ടി ആയിരുന്നു എന്ന് അവര് പറയണു, തെക്കേ മഠത്തിന്റെ പ്രോപ്പർട്ടി ആയിരുന്നു എന്ന് അവരും പറയുന്നു. അപ്പൊ ഇതിനൊന്നും ഒരു റെക്കോർഡിക്കൽ ആയിട്ട് ഒന്നും തന്നെ അതാത് സ്വാമിയാർമാര് ഗ്രന്ഥവരി എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അതാർക്കും മനസ്സിലാവാത്ത ഭാഷ, അതാരും ഞാൻ കുറെ കോപ്പിയൊക്കെ എടുത്തിട്ട് അത് ഏതെങ്കിലും രീതിയിൽ ആ പുസ്തകങ്ങളിൽ അത് DTP ചെയ്യാനോ സ്കാൻ ചെയ്ത് ചെയ്യാനൊക്കെ ഒരു ശങ്കരാനന്ദ ബ്രഹ്മാനന്ദ ബോധി എന്ന് പറയുന്ന തെക്കേമഠം മൂപ്പിൽ സ്വാമിയാരുള്ളപ്പോൾ ശ്രമം നടത്തി. അതൊന്നും വിജയകരമായിട്ടില്ല. അപ്പൊ ഇത് ചരിത്രം നമ്മളെ ചോദ്യം ചെയ്യുന്നു. ശങ്കരാചാര്യസ്വാമി മഹാനായിട്ടുള്ള ആള്, പക്ഷെ അദ്ദേഹത്തിന്റെ ജന്മസ്ഥലത്ത് അദ്ദേഹത്തിന്റെ പേരിലുള്ള ആശ്രമങ്ങൾ. അപ്പൊ ഇങ്ങനത്തെ ഒരു ചരിത്രം, അതായത് ശങ്കര ശിഷ്യന്മാർ, അതായത് പത്മപാദാചാര്യർ തെക്കേ മഠവും, സുരേശ്വരാചാര്യർ നടുവിൽ മഠവും, തോടകാചാര്യർ ഇടയിൽ മഠവും, അസ്താമലകാചാര്യർ വടക്കേ മഠവും ചെയ്തു. ഇന്നിപ്പോ എല്ലാ ആശ്രമങ്ങളും മഠങ്ങളും സാമുദായികവൽക്കരിക്കുന്നൊരു പ്രവണത തോന്നുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പൊ കോട്ടയം തിരുവാർപ്പ മഠം സ്വാമിയാർ പറഞ്ഞ പോലെ നമ്പൂരിമാർക്ക് ഈ സ്വാമിയാർ മഠങ്ങളും വേണ്ട. കാരണം മഠത്തിലൊരു സന്യാസി ഉണ്ടായാലേ അതിൻ്റെ ദൈനംദിന കാര്യങ്ങൾ നടക്കുള്ളൂ. അദ്ദേഹം പറയുന്ന ഞാനിവിടെ ഉണ്ടായി പഠന മനനങ്ങൾ നടക്കുന്നില്ല. അപ്പൊ ശങ്കര മഠങ്ങളിലെ എന്നുള്ളതിനൊക്കെ കുറിച്ച് വളരെ പഠിക്കേണ്ട കാര്യമാണ്. ശുചി വേദവേദാംഗ പാരംഗത, അത് ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ അങ്ങനെ എത്ര പേര് നമുക്ക്, എത്ര ആൾക്കാരെ, ഈ വേഷത്തിലുള്ളവർ എത്ര പേര്, വേഷമില്ലാത്തവരിൽ പലരും ശുചിർ ജിതേന്ദ്രിയും, ഇന്ദ്രിയങ്ങളെ ജയിച്ചവര്, വേദ പാരംഗതന്മാരായ ആൾക്കാരൊക്കെ കാണാൻ പറ്റിയെന്ന് വരാം. അപ്പൊ ഇവിടെ ബിൽഡിംഗ്, മാനവ നിർമ്മാണം ഈ മഠങ്ങളിലൂടെ തലമുറയായിട്ടുള്ള ആ പൈതൃകം കൈമാറാൻ. അപ്പൊ ഇതൊക്കെ വളരെ പഠന വിഷയമാണ്. സമുദായത്തിന് സന്യാസത്തോട് എത്ര താല്പര്യമുണ്ട്? നമ്പൂരി അല്ലാത്തവരല്ല, നമ്പൂതിരിമാരിൽ നിന്നും വരുന്ന ആൾക്കാര് ചോദിക്കുന്ന. അപ്പൊ ഇങ്ങനെ ഈ 4 മഠങ്ങൾ, ആ 4 മഠങ്ങളിൽ നിന്ന് പിൽക്കാലത്ത് തൃക്കൈക്കാട്ട് മഠം, മലപ്പുറം ജില്ലയിലെ താനൂര് തൃക്കൈക്കാട്ട് മഠം കാണണ്ട. ഇതാണ് കാണണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
കരയാത്തവന്മാരടക്കം കരയും. ഈ മഠങ്ങളുടെ കീഴിലുള്ള ക്ഷേത്രങ്ങളുണ്ട്. ക്ഷേത്ര പുനരുദ്ധാരണം നടക്കുന്നുണ്ട്. പക്ഷെ മഠ പുനരുദ്ധാരണം നടക്കുന്നുണ്ടോ? അപ്പൊ ഈ ഒരു നമ്മൾ കുറെ പ്രഭാഷണങ്ങൾ കേൾക്കുന്നു, കോൾമയിൽ കൊള്ളുന്നു. ഞാൻ എൻ്റെ അനുഭവം പങ്കുവെക്കുകയാണ്. ശങ്കരാദ്വൈതം, ശങ്കരാചാര്യ ജീവിതവും സന്ദേശവും പ്രചരിപ്പിക്കേണ്ട ഈ മഠങ്ങളുടെ സ്ഥിതി എന്താണ്? അത് നമ്മൾ വീട്ടിൽ നിന്ന് ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് അതൊന്നുമല്ല, അതാത് സ്ഥലങ്ങളിൽ നമ്മളെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ സ്ഥിതി. അപ്പൊ മാതാ അമൃതാനന്ദമയി ദേവി പറഞ്ഞു ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ, ഇപ്പൊ ഒരു ധർമ്മ സന്ദേശ യാത്ര പോയിപ്പോൾ അവരോട് പറഞ്ഞു, ഓരോ മഠങ്ങളും അതിനു ചുറ്റും ഒരു 50ഓ 100ഓ വീടുകൾ. ഇപ്പൊ ഒരു ഗ്രാമം ഇവിടെ ശങ്കര ഇന്റർനാഷണൽ ഏറ്റെടുത്തു എന്ന് പറഞ്ഞാൽ വളരെ ശ്ലാഘിക്കേണ്ട ഒരു കാര്യം തന്നെ, അതിൽ യാതൊരു സംശയമില്ല. അതുപോലെ ഓരോ മഠങ്ങളിലെ ചുറ്റും ഒരു 50ഓ 100ഓ വീട്ടുകാരുടെ അവരുടെ ആത്മീയവും ഭൗതികവുമായ ഉത്കർഷം നോക്കുക. ആരുടെ കീഴിൽ? ഒരു സന്യാസിയുടെ നേതൃത്വത്തിൽ. പ്രത്യേകിച്ച് ഈ ആശയം മഠങ്ങൾ തിരുവട്ടാറൊക്കെ തമിഴ്നാട്ടിലായിപ്പോയി. നടുവിൽ മഠത്തിന്റെ അടുത്ത് ഈ സ്വാമിയാർ മഠമുണ്ട്. എന്തായിരുന്നു ഇപ്പോഴും. ശുചീന്ദ്രം ക്ഷേത്രത്തിന്റെ അടുത്തുണ്ടായിരുന്നു. അത് തമിഴ്നാടിന്റെ അവിടെ പോയിപ്പോ അവിടെ ഒന്ന് മുഞ്ചിറ മഠം. ആ മുഞ്ചിറ മഠം സ്വാമിയാരെ കുറിച്ചൊക്കെ നിങ്ങൾ അടുത്ത് അറിഞ്ഞിട്ടുണ്ടാവും. സമാധി, ഇപ്പൊ അടുത്ത സമാധിയായി പോയിട്ടുള്ള ആള്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പൗരോഹിത്യത്തിൽ നിന്നും സന്യാസത്തിലേക്ക്, ആ സന്യാസത്തിലേക്ക് എന്ന് വെച്ചാൽ സന്യാസ ആദർശത്തിലേക്ക് മലയാളികൾ, വിശിഷ്യ മലയാളി ബ്രാഹ്മണർ എന്ന ബോധവാന്മാരാകും എന്നൊരു ചോദ്യം ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട്, ഈ പറഞ്ഞത് ചിലപ്പോൾ ഒരു പക്ഷേ നിഷേധാത്മകമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് തോന്നും. കാര്യം അത് പറയാൻ കാരണം, ഈ ഒക്ടോബർ 28 സ്വാമി വിവേകാനന്ദന്റെ വത്സല ശിക്ഷയായ ഭഗിനി നിവേദിതയുടെ ജന്മദിനമാണ്. 157ാം ജന്മദിനം. രവീന്ദ്രനാഥ ടാഗോർ അവരെ കുറിച്ച് പറഞ്ഞത്, സ്വാമി വിവേകാനന്ദനാകുന്ന സൂര്യൻ ഉദിച്ചുയർന്നപ്പോൾ വിടർന്നു വന്ന വെൺതാമരയാണ് നിവേദിത. അയർലൻഡിൽ ജനിച്ചൊരു ലില്ലിപ്പൂവ് ബംഗാളിൽ വന്ന് സ്വാമി വിവേകാനന്ദന്റെ ശിക്ഷയായി ബംഗാളിൽ വന്ന് ഭാരത മാതാവിന് വേണ്ടി അവർ ത്യജിച്ചു, എല്ലാം ത്യജിച്ചു. ആ നിവേദിത പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഭാരതീയം, വിശിഷ്യ ഹിന്ദുക്കൾ ഋഷിമാരെ പോലെ സംസാരിക്കുന്നു, പക്ഷേ നിങ്ങൾ ഭീരുക്കളെ പോലെ ജീവിച്ച് സ്വയം വഞ്ചിക്കുന്നു. ആരെ വഞ്ചിക്കാൻ പറ്റൂ? ലോകം മുഴുവനും ആദരിക്കുന്ന ഒരു ആചാര്യന്റെ ജന്മസ്ഥലം, ആ ജന്മസ്ഥലത്തെ കാലടി കേന്ദ്രീകരിച്ചുള്ള കേരള ഭൂമിയിൽ ശങ്കരാചാര്യരുടെ ജീവിതവും ജീവിത ദർശനവും എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നുണ്ട്, അതിൻ്റെ ഉത്തരവാദികൾ ആര് എന്ന് ഇനിയുള്ള സമയം ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ കുറെ ചിതറിയ ചിന്തകൾ നിങ്ങളുടെ മുമ്പിൽ വെച്ചു. ആ വെക്കാൻ കാരണം ഈ ശ്രീശങ്കരനും സ്വാമിയാർ മഠങ്ങളും എന്നുള്ള പുസ്തകത്തിന്റെ 10ാം പതിപ്പ് അത് ഇറക്കാൻ കാരണം ഞാൻ തുടക്കത്തിലേ പറഞ്ഞു. ഇതിൽ 3 ഭാഗങ്ങളാണ്: ശങ്കരാചാര്യ സ്വാമിയുടെ ജീവചരിത്രം, ശങ്കര ദർശനം, പിന്നെ സ്വാമിയാർ മഠങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ലഘുചിത്രം. ഇതടങ്ങിയ ഇത് 10 എഡിഷൻ കഴിയുമ്പോഴും ഓരോ എഡിഷനിൽ എഡിറ്റഡ്, റിവൈസ്ഡ് ആൻഡ് എഡിറ്റഡ് ഇത് ഇറക്കുകയാണ്. അപ്പൊ ഇതിന്റെ വെളിച്ചത്തിൽ ഞാൻ ഈ കേൾക്കുന്ന ആൾക്കാരുടെ മുന്നിൽ അവർക്ക് ചിന്തിക്കാൻ, ആലോചിക്കാൻ ചില വിഷയങ്ങൾ ഈ ചുരുങ്ങിയ സമയത്തിനടുത്ത് ഉള്ളിൽ സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയശങ്കര സാറേ, അങ്ങയുടെ വാക്കുകള് വളരെ ശ്രദ്ധാപൂർവം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങയുടെ കയ്യിലുള്ള ഒരു വലിയൊരു കുംഭത്തിനെ
മൂടി ഒന്ന് പൊക്കി ഞങ്ങളെ ഒന്ന് കാണിച്ചു, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോ ഇതിനകത്ത് എന്താ ഉള്ളതെന്ന് അറിയാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് എൻ്റെ ഒരു താഴ്മയായ ഒരു അപേക്ഷയാണ്, കഴിയുമെങ്കിൽ അങ്ങ് ഈ ടോപ്പിക്കിനെ കുറിച്ച്, ഈ സബ്ജക്റ്റിനെ കുറിച്ച് ഒരു റെഗുലറായ ഒരു ക്ലാസ് ഞങ്ങൾക്ക് തരാൻ കഴിയുമെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് കാരണം ഇതിപ്പോ കേട്ടപ്പോ സ്വയം ഉള്ളിൽ തന്നെ അത് ഫീൽ ചെയ്യാൻ തുടങ്ങി. എന്താണ് ശരിയാണ് പറഞ്ഞത്, അങ്ങ് പറഞ്ഞത് വളരെ കൂടുതൽ ശരിയാണ്. നമ്മൾ ശരിക്കും ഒരു പുറമൂടി ഇട്ടിട്ട് അങ്ങനെ നടക്കുകയാണ്. അകത്തുള്ള കാര്യങ്ങൾ ഇന്ന് അങ്ങ് ഞങ്ങളുടെ മുമ്പിൽ വളരെ ഞാൻ പറഞ്ഞതുപോലെ ജസ്റ്റ് ആ മൂടി ഒന്ന് പൊക്കി കാണിച്ചു, ഇത്രയും കണ്ടു, പെട്ടെന്ന് അടച്ചു. അപ്പോൾ ഇതിനകത്ത് അങ്ങയ്ക്ക് ഇതിൽ കൂടുതൽ ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഭംഗിയായ ഒരു തിരശീല നീക്കൽ മാത്രം അദ്ദേഹം അങ്ങ് നടത്തി. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു അപേക്ഷയോടാണ് ഞാൻ ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റിയോടുകൂടി ഞാൻ ഇതിനെക്കുറിച്ച് ഒന്ന് തീർച്ചയായിട്ടും ആത്മാർത്ഥമായിട്ടൊന്ന് ശ്രദ്ധിക്കണം, ആത്മായിട്ടൊന്ന് നോക്കണം. അങ്ങേ എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് കുറച്ച് നാൾ, ഇപ്പം ഞങ്ങളുടെ വിശ്വാസ് നമ്പൂരി സാറ് അദ്വൈത ലഹരി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു ദിവസം ഓരോ മണിക്കൂർ, ഒന്നുകിൽ ആഴ്ചയിലില്ലെങ്കിൽ വൺസ് ഇൻ എ ഫോർട്ട്നൈറ്റ് അങ്ങനെ ഒന്ന് കിട്ടിയാൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് കുറെ കൂടെ ആ അറിവ് കൂട്ടാനും ഈ പറഞ്ഞതിൽ കുറെയെങ്കിലും നമുക്ക് പ്രവർത്തിക്കാനും തീർച്ചയായിട്ടും കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. ജയശങ്കർ. ഈ ഗൂഗിൾ മീറ്റില് ഞാൻ മനസ്സിലാക്കുന്നത് വളരെ പ്രശസ്തരായ ഒരുപാട് പേര് ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. വളരെ വളരെ ശ്രദ്ധാപൂർവം ഇത് കേൾക്കുന്നുണ്ട്. കാര്യം ഈ പുസ്തകം നമ്മൾ കാലടിയിൽ ശൃംഗേരി മഠത്തിൽ വെച്ച് ഒരു ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. അത് സംഘടിപ്പിച്ചത് കാലടി സമീക്ഷ എന്ന് പറഞ്ഞാൽ ജെസ്യൂട്ട് ഓർഗനൈസേഷനാണ്. അവരാണ് ശൃംഗേരി മഠത്തിൽ അത് പങ്കെടുപ്പിച്ചത്. അപ്പോൾ ശങ്കര ദർശനം എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ ശ്രദ്ധയോടുകൂടി ഒരു വികാരവും വൈകാരികമായിട്ടല്ല പറയുന്നത്. ഈ ശങ്കര ദർശനം എന്ന് പറഞ്ഞാൽ ആരുടെയും കുത്തകയല്ല. അത് പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ പറയുന്ന കേരളം കണ്ട വേദാന്തി പറയുന്നുണ്ട്, മനുഷ്യന് ദുഃഖിക്കാൻ അവകാശമില്ലെന്ന് ആദ്യമായി ഈ മലയാള മണ്ണിൽ പ്രഖ്യാപിച്ചത് ശങ്കരാചാര്യസ്വാമിയാണ്. അപ്പൊ ആ ശങ്കരാദ്വൈതത്തിന്റെ ഇതിലാണ് അദ്ദേഹം നാരായണ ഗുരുദേവന്റെ കൃതികളെ വ്യാഖ്യാനിച്ചത്. അപ്പൊ ഇതൊക്കെ നമ്മള് അറിയേണ്ടവരറിയുന്നുണ്ടോ? അതൊരു ചോദ്യം ചോദിക്കുകയാണ്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഇതിപ്പോ ഇടനീർ മഠത്തിന്റെ ഇത് അല്ലെങ്കിൽ തെക്കേ മഠം, നടുവിൽ മഠം, ഇതൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ ആധികാരികമായി പറയാൻ രാജീവ് ഇരിഞ്ഞാലക്കുട ആരാണെന്ന് ചോദിച്ചാൽ 10-20 വർഷമായി ഇതിന്റെ പിന്നാലെ നടക്കുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും എനിക്കിപ്പോ ഇതിൽ നിന്നും ഇതിനെ സ്തുതിച്ചുകൊണ്ട് എനിക്കൊന്നും തന്നെ ഇപ്പൊ എല്ലാവരും, അതാണ് ഞാൻ തുടക്കത്തിൽ വല്ല ധ്വനിസാന്ദ്രമായി പറഞ്ഞത്, ജീവിതത്തിന്റെ നല്ല കാലഘട്ടത്തില് SFIയും DYFIയും ആയി നടന്നിട്ട് കേന്ദ്രം ആളും മാറുമ്പോ അതിന്റെ ഫലമായിട്ട് കുറെ ഫണ്ട് കിട്ടാൻ വേണ്ടി പഠനം നടത്തിയിട്ട് കാര്യമില്ല. ഞാനത് ബോധപൂർവം പറയുകയാണ്. എവിടെയായിരുന്നു നിങ്ങൾ ഇത്ര കാലം എന്ന് ചോദിച്ചാൽ അപ്പൊ ഇപ്പൊ പറ്റിയ സമയമാണ്, നിഷേധാത്മകമായിട്ട് പറയാൻ ഇപ്പൊ പറ്റിയ സമയമാണ്. കാലടിയിൽ ഞാൻ വരുന്നുണ്ട്, നേരിട്ട് കാണാൻ പറ്റുമെങ്കിൽ കാണാം. ഈ പുസ്തകത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് നമുക്ക് അദ്ദേഹം ശ്രീ ഉണ്ണീകൃഷ്ണൻ നായർ പറഞ്ഞ പോലെ നമുക്ക് ഇതിന്റെ പ്രചരണം, ഞാൻ ഇവര് പറഞ്ഞ പോലെ കാലടിയിലെ പ്രധാനപ്പെട്ട ആൾക്കാരെ കണ്ട് ഈ പുസ്തകത്തിന്റെ ഓരോ കോപ്പി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതും ഞാൻ ഇവിടെ പറയുകയാണ്. നമസ്കാരം. 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 അങ്ങയുടെ ക്ലാസ് പൂർണ്ണമായിട്ടും തീർച്ചയായിട്ടും എന്റെ പ്രഭാഷണം വളരെ ഉദാത്തമായി പറയേണ്ടതാണ്. അങ്ങ് പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ സത്യമാണ്. കാരണം ജഗദ്ഗുരു ആദിശങ്കരാചാര്യ സ്വാമികള് മൃത്യുവാണ് സമസ്ത ഭയങ്ങൾക്കും കാരണമെന്നും അല്ലേ? അപ്പൊ ആ മൃത്യുവിനുപരി ശരീരം ഒരു ക്ഷേത്രം മാത്രമാണ് എന്ന്, ഒരു അനന്തവികാസത്തിന്റെ സാധ്യതകളാണ് അദ്ദേഹം
അല്ലെങ്കിൽ ഒരു നിർഭയതയുടെ ദർശനമാണ് അദ്ദേഹം നമുക്ക് പറഞ്ഞു തന്നത്. പക്ഷേ എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ ശേഷം അനവധി ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് ഇന്ന് ഇത്ര അനവധി പ്രഭാഷകർ ഉണ്ടാവുകയും ഒക്കെ നമുക്ക് ചെയ്തു കഴിഞ്ഞ 4 വർഷത്തിൽ. പക്ഷേ ഇന്ന് അങ്ങ് എടുത്ത് ഈ വേദിയിൽ പറഞ്ഞു എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മളതിനെ സ്വീകരിച്ചിരിക്കുന്നു. അത് ശരിയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ കാലഘട്ടങ്ങളിൽ തന്നെ, അതിനുശേഷമുള്ള കാലഘട്ടങ്ങളിൽ തന്നെ പറയുന്നുണ്ട്, ശങ്കരാചാര്യസ്വാമികളാണ് കണാദൻ്റെയും കപിലിൻ്റെയും ദർശനങ്ങൾ ഉൾപ്പെടെ ഭാരതീയ ദർശനങ്ങളെയെല്ലാം ആകമാനം ഞെക്കി ഞെരിച്ച് നശിപ്പിച്ചത് ശങ്കരാചാര്യസ്വാമികളാണ് എന്നുള്ള അനവധി പേര് പറയുന്നുണ്ട്. അത് മാത്രമല്ല, ജഗദ്ഗുരു ആദിശങ്കരാചാര്യസ്വാമികൾ ഒന്നുകിൽ ഒരു മിഥ്യാചാരിയായ ഒരു കപടവേഷക്കാരനാണ് എന്ന് പറയുന്നു. അതല്ലാത്ത പക്ഷം അദ്ദേഹത്തിൻ്റെ വേദാന്തങ്ങളെ, സിദ്ധാന്തങ്ങളെ എങ്ങനെ വ്യാഖ്യാനിച്ചതിൽ നമുക്ക് പറ്റിയ പിഴവായിരിക്കാം, അങ്ങനെയും പറയുന്നുണ്ട്. അപ്പം അങ്ങനെ പല രീതിയിൽ ശങ്കരാചാര്യസ്വാമികളുടെ ഒരു വാചാടോപത്തിൻ്റെ പാപ്പരത്വമാണ് എന്ന് എഴുതി പിടിപ്പിച്ചിരിക്കുന്ന അനവധി പേരുണ്ട്. അപ്പോൾ സാറ് ഇന്നിപ്പോൾ ഇത് പറഞ്ഞതിനെ പൂർണ്ണമായിട്ട് ഇതെല്ലാം നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ജഗദ്ഗുരു ആദിശങ്കരാചാര്യസ്വാമികളുടെ നാമധേയത്തിൽ ആദിശങ്കര ഇൻ്റർനാഷണൽ ഫൗണ്ടേഷൻ കാലടി ആസ്ഥാനമാക്കി നാം രൂപീകൃതമാക്കിയത്. അപ്പോൾ ലോകമെമ്പാടും ശങ്കര ഗ്രാമങ്ങൾ ഉണ്ടാകണമെന്നും ശങ്കരോതീതി ശങ്കര, ആ ശങ്കരനെ കുറിച്ച് നമ്മൾ ഇന്ന് ഇസ്കോൺ ഉണ്ട്. അപ്പോൾ ഇസ്കോൺ കൃഷ്ണനെ കുറിച്ച് എല്ലായിടത്തും പറയുന്നുണ്ട്. രാമായണം വായിക്കുന്നതിന് പ്രകൃതി ഉള്ളത് കൊണ്ട് ബ്രഹ്മത്തിലേക്ക് അടുക്കുവാൻ അങ്ങനെ ഒരു രൂപകൽപ്പനയുണ്ട്. പക്ഷേ എന്നിരുന്നാലും ശങ്കരനെ കുറിച്ച് ആരും പറയുന്നില്ല. ശങ്കരനെ കുറിച്ചുള്ള ഈ ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും ജനങ്ങൾ എത്തിയിട്ടുമില്ല, പലർക്കും അറിഞ്ഞുകൂടാ. അതിനെയൊക്കെ ഖണ്ഡിക്കണം എന്ന ഒരാശയം നമ്മളിലുണ്ട്. അപ്പോൾ അത് അങ്ങയുടെ ഇന്നത്തെ ക്ലാസ് തീർച്ചയായിട്ടും അതിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. വളരെ ആത്മാഭിമാനത്തോടു കൂടി അങ്ങ് സത്യം വിളിച്ചു പറഞ്ഞു എന്നുള്ളതിൽ വലിയധികം സന്തോഷം. ജയശങ്കര. അപ്പൊ ഈ ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ആൾക്കാരുമായി എനിക്ക് ബന്ധപ്പെടണമെങ്കിൽ ഞാൻ കാലടി വരണോ അതോ തിരുവനന്തപുരത്ത് വരണോ? ഞങ്ങളുടെ ഓഫീസ് കാലടി ആസ്ഥാനമാക്കിയിട്ടാണ്. പക്ഷെ ഞങ്ങളെല്ലാം പലയിടത്തു നിന്നാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അങ്ങ് എവിടെയാണ് എന്നാൽ നമുക്ക് അവിടെ വന്ന് ഞങ്ങൾ കണ്ടുകൊള്ളാം. ഞാൻ ആ ഫോണിൽ കൂടെ ഇതിന്റെ പ്രധാനപ്പെട്ട ആൾക്കാരൊന്ന് ബന്ധപ്പെട്ടാൽ, കാരണം ഞാൻ ഈ നവമാധ്യമങ്ങളുടെ കാര്യത്തിലൊക്കെ വളരെ ഇപ്പോഴും പുസ്തകങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പൊ ഈ പുസ്തകത്തിന്റെ കാര്യം അത് എത്തേണ്ട ജനങ്ങളിലെ, പ്രത്യേകിച്ചും വിദ്യാർത്ഥികളിലും യുവജനങ്ങളിലും എത്തിക്കാൻ ഉള്ളൊരു സംവിധാനം ഉണ്ടാകും. പിന്നെ പ്രധാനപ്പെട്ട ആൾക്കാർ ചെറിയ ചെറിയ സെമിനാറുകൾ പോലെ, ഇപ്പോൾ ശൃംഗേരി മഠത്തിൽ നമ്മൾ നടത്തിയത് കട്ടിങ് അക്രോസ് ദ ലൈൻ നടത്തി. സമീക്ഷയുടെ ഡയറക്ടർ ഫാദർ സെബാസ്റ്റ്യൻ പൈനാടത്ത്, ഫാദർ സേവിയർ തറമൽ, റിട്ടയർഡ് മജിസ്ട്രേറ്റ് അലിയാരും തുടങ്ങിയുള്ള ആൾക്കാരൊക്കെ അവിടെ നമ്മൾ പങ്കെടുപ്പിച്ചു. എവിടെ? ശൃംഗേരി മഠത്തിൽ വെച്ച്. അപ്പോഴും പ്രശ്നം എന്താ? ശങ്കരാചാര്യസ്വാമി സമാധിയായതിനെ കുറിച്ചാണ് ചർച്ച. അത് ശൃംഗേരി അല്ല, കേദാർനാഥിലാണോ അതോ വടക്കനാഥൻ ക്ഷേത്രത്തിലാണെന്നാണ് പറയുന്നത്. കാശിയിലാണ്. നമുക്ക് വേണ്ടത് എന്താ? ഞാൻ ഇവിടെ പറഞ്ഞ പോലെ സ്വാമി വിവേകാനന്ദൻ വേദാന്തത്തെ പ്രായോഗിക വേദാന്തമാക്കി. അതേപോലെ ശങ്കരാദ്വൈതം. ഒരാള് കഴിഞ്ഞ ചട്ടമ്പി സ്വാമിയുടെ ഇതില് വലിയൊരു മഠത്തിന്റെ അധിപൻ പറഞ്ഞു, അദ്വൈത സിദ്ധാന്തത്തെ ശങ്കരാചാര്യസ്വാമി നിശ്ചലമാക്കിയപ്പോൾ ചട്ടമ്പി സ്വാമിയും നാരായണ ഗുരുദേവനും അതിനെ ചൈതന്യവത്താക്കി, ചലനാത്മകമാക്കി. ഇത് ശങ്കരാചാര്യസ്വാമികളോടുള്ള വിദ്വേഷം കൊണ്ടല്ല. ശങ്കര ശിഷ്യന്മാരെന്ന് പറയുന്നവർ എന്ത് ചെയ്യുന്നു? ഇതിപ്പോ ഞാനിവിടെ വരുമ്പോ പറയുന്നത് ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ആൾക്കാരോടല്ല, അതുമായി ബന്ധപ്പെടാത്ത ആൾക്കാരോട്, ഇത്തരം പ്രവർത്തനങ്ങൾ കണ്ടിട്ടും കണ്ടില്ല എന്ന് നടക്കുന്നവരോടാണ് ഞാൻ പറയുന്നത്. അത് പ്രത്യേകിച്ച് നമ്മള് പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ. ആരാണ് ഇപ്പൊ നാരായണ ഗുരുദേവന്റെ കാര്യം, ചട്ടമ്പി സ്വാമിയുടെ കാര്യം, സമുദായവൽക്കരണത്തിന്റെ ഒരു കാലഘട്ടത്തിൽ ഞാനിവിടെ ഒരു കാര്യം പറയാം. ചെറുകോൽപ്പുഴ ഹിന്ദുമത മഹാസമ്മേളനം നടക്കുന്ന സമയത്ത് അവിടെ ശങ്കരാചാര്യസ്വാമിയുടെ ഫോട്ടോ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഒരു പ്രശസ്തയായിട്ടുള്ള വ്യക്തി പറഞ്ഞു, അതിനെക്കുറിച്ച് വിലപിച്ചു ഇതൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു,
ശങ്കരാചാര്യസ്വാമിയുടെ ഫോട്ടോ ഇല്ലെങ്കിൽ അത് ഉണ്ടാക്കി അവിടെ കൊടുക്കണം, അവരോട് വെക്കാൻ പറയണം. അതേപോലെ അവര് പറഞ്ഞിട്ട് അവര് തന്നെ പൈസ മുടക്കി ആളുടെ പേര് പറയുന്നതിൽ വളരെ പ്രശസ്തയായി വെക്കുക. അങ്ങനെയാണ് ചെറുകോൽപ്പുഴയിൽ പോലും ആദിശങ്കരാചാര്യസ്വാമിയുടെ ഫോട്ടോ വന്നത്. അപ്പൊ ഇപ്പൊ വീണ്ടും വീണ്ടും ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട്, കാരണം ആദരിക്കേണ്ടവരെ ആദരിച്ച് ആദരണീയരായി തീരുക, അതാണ് സംസ്കാരം. നമ്മളിപ്പോ ശങ്കരാചാര്യസ്വാമി ആദരിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പൊ എന്താ സംഭവിക്കാൻ പോണമെന്ന് ആലോചിച്ച് നോക്കണം. അദ്ദേഹത്തെ ആദരിച്ചാൽ നമുക്ക് ആദരവ്, അദ്ദേഹത്തെ നിന്ദിച്ചാൽ നമ്മൾ നിന്ദിതരായി തീരുന്നു, ഇത്രയേ ഉള്ളൂ. അപ്പൊ ആദരിക്കേണ്ടവരെ ആദരിച്ച് ആദരണീയരായി തീരാൻ ശങ്കരാചാര്യസ്വാമിയുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക് കഴിയുന്നുണ്ടോ എന്നുള്ള ചോദ്യം വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഇന്നത്തെ ഈ സൂം മീറ്റിംഗ് ഒരേ സമയം ആഹ്വാനവും താക്കീതുമായി തീരട്ടെ. കാരണം ഇതിൻ്റെ ഉള്ളിൽ കയറിയവരെ പലവരെ എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നന്ദി, നമസ്കാരം. ജയശങ്കര. സുരേഷ് ഏട്ടാ. നമസ്കാരം. ഞങ്ങള് ഈ സംഘടന തുടങ്ങിയതിന് ശേഷം അത് ഓൺലൈനായിട്ട് ഒട്ടേറെ പരിപാടികൾ സംഘടിപ്പിച്ചാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. വലിയ ലെവലിലൊന്നും എത്തിയിട്ടില്ല, എന്നാൽ പോലും ഇപ്പോൾ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ പല സ്ഥലത്തിരുന്നത്. ഇപ്പൊ ഞാൻ കോഴിക്കോടാണ്, ജയഷൻജി ഒമാനിലാണ്, ജ്യോതിഷ് രാജസ്ഥാനിലാണ്, ഉഷോ പോള് ആലപ്പുഴയിലാണ്. ഇതുപോലെ ഓരോരുത്തരും പല സ്ഥലത്താണ്. എന്നാൽ പോലും ഞങ്ങളൊരു കൂട്ടായ്മയായിട്ട് ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവാണ്. 2024 ശ്രീശങ്കര സ്മൃതി ആഘോഷം സംഘടിപ്പിക്കാൻ വേണ്ടി കാലടിയിൽ പോയി അവിടുത്തെ പ്രധാനപ്പെട്ട ആൾക്കാരെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചെന്നിരുന്നു. ആ സമയത്ത് ഞങ്ങളോട് ഒരു വ്യക്തി പറഞ്ഞു, നിങ്ങളൊക്കെ ഈ ശങ്കരസ്മൃതിയുടെ ആ സമയത്ത് ഇവിടെ കുറച്ച് സംഘടനകൾ വരും, അവരുടെ പരിപാടി കഴിഞ്ഞ് അവരങ്ങ് പോകും, അങ്ങനെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ജയഷൻജി ഉണ്ടായിരുന്നു, ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എന്നുള്ള അവകാശവാദങ്ങളൊന്നുമില്ല, പക്ഷെ ഞങ്ങൾ ഇത് നിലനിർത്തി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന രീതിയിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ ഒരു ശ്രീശങ്കര സ്മൃതി ദിനം മാത്രമല്ല, ഈ ഓരോ മാസവും ഓരോ ഞായറാഴ്ചകളിലും സത്സംഗങ്ങളായിട്ടും അതുപോലെ ആധ്യാത്മിക പ്രഭാഷണ പരമ്പരകളായിട്ടും എല്ലാം, പ്രത്യേകിച്ച് ഡോക്ടർ പി വി വിശ്വനാഥൻ നമ്പൂതിരി സാറ്, സ്വാമിനി ജ്ഞാനാഭിനിഷ്ഠ, ഇങ്ങനെ അതുപോലെ ജയഷൻജി തന്നെ നമുക്ക് ക്ലാസ്സുകൾ എടുത്തു തരുന്നുണ്ട്. നമുക്ക് ഇപ്പൊ സൗന്ദര്യ ലഹരിയെ കുറിച്ച് വിശദമായ പഠന ക്ലാസ് എല്ലാവരെയും പഠിപ്പിച്ചാണ്. ഇപ്പോ ശ്രീശങ്കരാചാര്യ വിരചിത കൃതികളെ തന്നെയാണ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്, സംസ്കൃത പഠന പരിപാടി നടത്താൻ. അപ്പൊ നമ്മളെ കൊണ്ട് ആവുന്ന കാര്യങ്ങൾ ആയിട്ട് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടോ ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇപ്പൊ രാജീവ് സാർ പറഞ്ഞ പല കാര്യങ്ങളും വളരെ വ്യക്തമായ കാര്യങ്ങൾ തന്നെയാണ്. ഇന്ന് ഈ ആശ്രമങ്ങളുടെ അവസ്ഥ വളരെ ദയനീയമായി മാറുമ്പോൾ തീർച്ചയായിട്ടും അതിൽ പങ്കെടുക്കുന്നവര് അല്ലെങ്കിൽ ഈ വിശ്വാസങ്ങളെ മുന്നോട്ട് നയിക്കേണ്ടവരുടെ എണ്ണവും ചുരുങ്ങി വരികയാണ്. ഇപ്പൊ ഇന്ത്യൻ ദർശനത്തെക്കാൾ വിദേശ രാജ്യങ്ങളിലുള്ള ദർശനങ്ങൾക്ക് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടാണ് ഇവിടെ പലപ്പോഴും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പുറകോട്ട് വലിക്കുന്ന രീതിയാണ് പ്രത്യേകിച്ച് കേരളത്തിൽ നടക്കുന്നത്. അതിന് മാറ്റം വരുത്താൻ വേണ്ടി ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ഒരിക്കൽ കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജയശങ്കർ. വളരെ സന്തോഷം. ഒരു മിനിറ്റ് ചോദിച്ചേ. രാജീവ് സാറ് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, അത് അവസാനം നിർത്തുന്ന ഭാഷയിൽ പറഞ്ഞു, ഇതൊരു ഉപദേശം കൂടിയാണ്, നമ്മളത് ശിരസാ വഹിച്ചിരിക്കുന്നു. ഞങ്ങള് അദ്ദേഹം പറഞ്ഞതെല്ലാം ഏറ്റു. അത് മാത്രമല്ല, നമ്മളെല്ലാവരും എപ്പോഴും പറയുന്നത് തന്നെ, ആഹ്വാനം ചെയ്യുന്നത് ജഗദ്ഗുരു ആദിശങ്കരാചാര്യരുടെ കാലഘട്ടത്തില് അദ്ദേഹത്തിന് അനവധി വെല്ലുവിളികളെ നേരിടേണ്ടി വന്നു. ആ വെല്ലുവിളികളെ എല്ലാം നേരിട്ട് അദ്ദേഹം പറയുന്ന ബൗദ്ധിക തലത്തിൽ സനാതന ധർമ്മത്തെ ഊട്ടി ഉറപ്പിച്ച് നിർത്തുകയുണ്ടായി. അപ്പൊ ശങ്കരാചാര്യ സ്വാമികളുടെ പിൻഗാമികള് എന്ന് നമ്മൾ എടുത്ത് അഹംഭാവിച്ച് നടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ നമ്മളും ശങ്കരന്മാരായി മാറിക്കൊണ്ട്
ഭാവിക്ക് വേണ്ടിയുള്ളത് ചെയ്യണം എന്നാണ് നാം ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങയുടെയും എല്ലാവരുടെയും അനുഗ്രഹത്തിൽ അങ്ങനെ തന്നെ ശക്തിയായിട്ട് മുമ്പോട്ട് പോകണം എന്നാണ് നമ്മുടെ പ്രാർത്ഥനയും. ആധുനിക ശങ്കരന്മാരായിട്ട് നാം ഏവരും ഇതിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും ശങ്കരന്മാരായി തീരണം എന്ന ശക്തിയോടുകൂടി നാം പ്രവർത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. ജയശങ്കര. ഞാൻ 2 വാക്കുകൾ കൂടി കൂട്ടിച്ചേർക്കുകയാണ്. ഈ ഞങ്ങളുടെ ഈ പരിപാടികളിൽ ആധ്യാത്മിക പരിപാടികളോടൊപ്പം തന്നെ ആത്മായനം എന്ന രീതിയിൽ ഞങ്ങളുടെ തീർത്ഥയാത്രകൾ സംഘടിപ്പിക്കാറുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് വലിയ എക്സ്പീരിയൻസ് ഒന്നുമുള്ള ആൾക്കാരാണ്. പക്ഷെ ഞങ്ങളുടെ കുടുംബം പോലെ ആദിശങ്കര പ്രവർത്തകരെയും ചേർത്താണ് 107 പേരോളം ചേർത്ത് ചാർധാം യാത്രകളിൽ അന്ന് ഞങ്ങൾക്ക് എല്ലാ ധാമങ്ങളും സന്ദർശിക്കാൻ ഭാഗ്യം സിദ്ധിച്ചു. ഇപ്പോൾ ഞങ്ങളുടെ 5ാമത്തെ യാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ്. മിനിഞ്ഞാന്ന് ഒക്ടോബർ 24 ഞങ്ങളുടെ യാത്ര തുടങ്ങിയത് കാലടി ശ്രീ ശങ്കരാചാര്യരുമായി ബന്ധപ്പെട്ട ഒരു ദിവസത്തെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ക്ഷേത്രങ്ങള്, ഗ്രഹങ്ങള്, ആ സന്ദർശനം ഞങ്ങൾ ശങ്കരപഥം എന്ന യാത്ര പേരിലാണ് ഞങ്ങൾ ചെയ്തത്. അപ്പൊ ഞാനും ഉണ്ണികൃഷ്ണൻ സാറും ആ ശങ്കരപഥത്തിൽ ഉണ്ടായിരുന്നു. ഞാൻ ഇന്നാണ് കുടുംബത്തിൽ തിരിച്ചെത്തിയത്. അതിനുശേഷം ഈ ശങ്കരപഥം കഴിഞ്ഞിട്ട് ആൾക്കാര് ആത്മായനം എന്ന യാത്ര ഇന്നിപ്പോ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. അവരും 7-8 ദിവസം ക്ഷേത്രങ്ങളുമായിട്ട്. അപ്പൊ ഞങ്ങള് ശ്രീ ശങ്കരാചാര്യ മഠത്തില്, രാമകൃഷ്ണാശ്രമത്തില്, അതുപോലെ തന്നെ ശ്രീ ശങ്കരാചാര്യരുമായി ബന്ധപ്പെട്ട സ്വർണ്ണത്ത് മനയില്, അദ്ദേഹത്തിന്റെ അമ്മാത്തായിരുന്ന മേൽപ്പാഴൂർ മനയിൽ, ഇവിടെയൊക്കെ പോയി. അപ്പൊ ഞങ്ങൾക്ക് അവിടെയൊക്കെ ചെന്നപ്പോൾ നല്ലൊരു സ്വീകരണവും അവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞു തരാനും ഒക്കെ ആൾക്കാരുണ്ടായിരുന്നു. ഇത് കേൾക്കാനുണ്ടായിരുന്ന ഈ ഞങ്ങളുടെ 50 പേരടങ്ങുന്ന സംഘത്തില് കൂടുതൽ പേരും മുംബൈയിൽ നിന്നും അഹമ്മദാബാദിൽ നിന്നും ചെന്നൈയിൽ നിന്നും ഉള്ളവരായിരുന്നു എന്ന് അത് വളരെ സന്തോഷത്തോടു കൂടിയും അഭിമാനത്തോടും കൂടി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. ഞാനിപ്പോ തിരുവനന്തപുരത്തുണ്ട്. അപ്പൊ തിരുവനന്തപുരത്ത് വന്ന ആൾക്കാർ അഭേദാശ്രമത്തിൽ വന്നാൽ അഭേദാശ്രമവും കാണാം, എനിക്ക് അവരെയും കാണാൻ പറ്റും. ഇന്നോ നാളെ പറ്റിയാൽ. നമസ്കാരം. വളരെ സന്തോഷം സുരേഷ് ഏട്ടൻ. രാജീവൻ സർ, അങ്ങയുടെ ബയോഡേറ്റയിൽ എഴുതിയിരുന്നത് പോലെ അങ്ങ് കേരളത്തിന്റെ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെയുള്ള മഠങ്ങളെ സന്ദർശിച്ച് അതിനെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ഇറക്കിയിരിക്കുന്നതെന്ന് പറയുന്നു. തീർച്ചയായിട്ടും ഈ പറയുന്ന നടുവിലെ മഠം, അതേപോലെ തൃക്കൈക്കാട്ട് മഠം, ഈ മഠങ്ങളുമായിട്ടൊക്കെ ബന്ധമുണ്ട്. പല മഠങ്ങളും ഇന്ന് എന്താ പറയാ, വളരെയധികം പരാധീനതകൾ അനുഭവപ്പെടുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഞാൻ അറിയാൻ സാധിച്ചത് കോട്ടയത്തുള്ള ഒരു മഠത്തിലെ സ്ഥലങ്ങൾ മുഴുവൻ മറ്റുള്ള അയൽവക്കത്തുള്ള ഇതെല്ലാം കൈയേറി എന്നൊക്കെയുള്ള പറയുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അങ്ങേപ്പോലുള്ള മഹത്തുക്കൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷനും അണ്ണാൻ കുഞ്ഞിന് തന്നാലായ എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെ ഈ അനീതികൾക്കെതിരെ പോരാടുവാനും ഈ പറയുന്ന സനാതന ധർമ്മത്തെ നമുക്ക് ലോകമെമ്പാടും പ്രചരിപ്പിക്കുവാനുള്ള നമ്മുടെ ഒരു ഉദ്ദേശത്തെ അങ്ങുൾപ്പെടുന്ന ഈ ഒരു സമൂഹം സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് നീങ്ങുവാൻ സാധിക്കും. വളരെ അഭിമാനം തോന്നുന്നു ഇന്ന് അങ്ങേപ്പോലുള്ള സത്തുക്കൾ ഇന്ന് ഈ വേദി അലങ്കരിച്ചതിൽ. മുമ്പ് നമ്മുടെ ഈ അദ്വൈത ലഹരി എന്നുള്ള പരിപാടിയിൽ മുഞ്ചിറ സ്വാമിയാരെ പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹമായിട്ട് അഭേദ്യമായിട്ട് ബന്ധമുണ്ടായിരുന്നു. അദ്ദേഹം പലപ്പോഴും വിളിക്കുമായിരുന്നു, സംസാരിക്കുമായിരുന്നു. അദ്ദേഹം ഒറ്റയാൾ പട്ടാളമായിട്ടാണ് ഈ പറയുന്ന മലപ്പുറം ജില്ലയിലുള്ള തൃക്കൈക്കാട്ട് മഠത്തിലെ കുറെ സ്ഥലങ്ങളൊക്കെ അദ്ദേഹം തിരികെ പിടിച്ചു എന്നാണ് അറിഞ്ഞത്. അതേപോലെ തന്നെ ഈ പറയുന്ന തിരുവട്ടാറുള്ള കുറേയധികം സ്ഥലങ്ങൾ അദ്ദേഹം തിരികെ പിടിക്കുകയുണ്ടായി. പക്ഷെ അദ്ദേഹം ഇന്നിപ്പം നമ്മുടെ കൂടെ ഇല്ല. കഴിഞ്ഞ 2024 നമ്മുടെ ശ്രീശങ്കര സ്മൃതിയിൽ അദ്ദേഹം മുഖ്യാതിഥിയായി നമ്മുടെ പങ്കെടുത്തിരുന്നു കാലടിയിൽ. കഴിഞ്ഞ വർഷമാണ് അദ്ദേഹം സമാധിയായത്. തീർച്ചയായിട്ടും ഇന്ന് അതിനുള്ളൊരു തുടക്കമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം അങ്ങേപ്പോലുള്ള ആൾക്കാർ അല്ലെങ്കിൽ മഹത്തുക്കൾ ഇവിടെ നമ്മുടെ ഈ വേദിയിൽ എത്തുമ്പോൾ നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ ആചാര്യസ്വാമികൾ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെയൊക്കെ ആഗ്രഹം അതാണ്. കാരണം ഇന്നിപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ ഹിന്ദുമതം അല്ലെ ഒരു മതമെന്നല്ല, ഒരു സനാതന ധർമ്മം അല്ലെങ്കിൽ സനാതന ഒരു നശിക്കണമെങ്കിൽ ആദ്യം ബ്രാഹ്മണരെ കുരുതി കൊടുക്കണം, അല്ലെങ്കിൽ ബ്രാഹ്മണനെ നശിപ്പിക്കണം, വേരോടുകൂടി പിഴുതെറിയപ്പെടണമെന്നുള്ള ഒരു ഇതിലേക്കാണ് ഇന്ന് നമ്മുടെ ഭാരതത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് തന്നെ
ഹിന്ദുക്കൾ എല്ലാവരും അനവധി ആൾക്കാരല്ല, അല്ലെങ്കിൽ അനവധി ഇതിലുള്ളവരല്ല, ജാതിയിലുള്ളവരല്ല, എല്ലാം ഒന്നാണ് എന്നുള്ള, അല്ലെങ്കിൽ ഒന്നാണെന്നുള്ള സങ്കല്പത്തിൽ കൂടെ മുന്നോട്ട് പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കും. അതിനുള്ളൊരു വേദിക്ക്, അല്ലെങ്കിൽ അതിനുള്ള തുടക്കമായി നമ്മുടെ ഇന്നത്തെ ഈ സനാതന ധർമാമൃതം എന്ന പരിപാടി ഞാൻ കാണുന്നു വ്യക്തിപരമായി. വളരെ സന്തോഷം, വളരെ നന്ദി അങ്ങയുടെ വാക്കുകൾക്ക്. എനിക്ക് തോന്നുന്നു അഭിലാഷ് ജി എന്തോ പറയാൻ വരുന്നു തോന്നുന്നു. അഭിലാഷ് ജി. നമസ്കാരം, ജയശങ്കര. സ്വാമി, ഞാൻ ഇതിനകത്ത് തുടങ്ങിയപ്പം മോൽ തുടക്കത്തിൽ അത്ര ഗ്രാജുവൽ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഇല്ലെങ്കിലും അദ്ദേഹത്തിന്റെ ഓരോ പ്രസന്റേഷൻ അറിവുകളിലേക്ക് നമ്മൾ ഇതുവരെ എല്ലാവരും പകർന്നു തന്നതിനെക്കാട്ടി ഡിഫറൻ്റ് ആയിട്ട് ലളിതമായിട്ട് നമുക്ക് പകർന്നു തരാൻ സാധിച്ചു. അങ്ങയോട് അത് വളരെ നന്ദിയോടെ ജയശങ്കരയുടെ പേരിൽ ഒമാന്റെ പാർട്ടായിട്ട് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. വളരെ സന്തോഷം. സാർ അങ്ങ് പറഞ്ഞ ഇന്ന് ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നമ്മൾ നിത്യമായിട്ട് അനുഭവിക്കുന്ന കുറെ പ്രതിസന്ധികളുണ്ട്. അതിനെ എങ്ങനെ ഓവർകം ചെയ്യാമെന്ന് ഉള്ളത് ഇങ്ങനെയുള്ള ക്ലാസ്സുകളിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഓരോ ദിവസവും ഓരോ പ്രശസ്തർ വന്നിട്ട് നമുക്ക് തരുന്ന ക്ലാസ് അത് വളരെയധികം ആരോഗ്യപരമായിട്ടും നോളജ് പരമായിട്ടും നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. അത് ജീവിതത്തിലേക്കുള്ള മാറ്റത്തിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇനിയും അങ്ങേപ്പോലുള്ള വലിയ ആൾക്കാരെ ഈ ഗ്രൂപ്പിൽ ഞങ്ങൾ ക്ഷണിക്കും. ജയശങ്കര. താങ്ക്സ്. വളരെ സന്തോഷം അഭിലാഷ് ജി. നമ്മുടെ ഇന്നിവിടെ ഇത് പൂർണ്ണമാകുന്നതിന് മുമ്പ് ഇന്നിവിടെ എത്തിയിട്ടുള്ള നമ്മുടെ മുഖ്യാതിഥിക്കും അതേപോലെ ഇന്നിവിടെ സന്നിഹിതരായിട്ടുള്ള മഹത്തുക്കൾക്കും നന്ദി രേഖപ്പെടുത്തുവാനായി ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ എറണാകുളം ജില്ലയിൽ ചാപ്റ്ററിന്റെ നിന്നുള്ള ശ്രീ ഉണ്ണികൃഷ്ണൻ നായർ സാറിനെ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഉണ്ണികൃഷ്ണൻ സാർ കേൾക്കുന്നുണ്ടെന്ന് കരുതട്ടെ. സാർ ഇന്ന് നമ്മുടെ ഈ പരിപാടിക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് സാറിന്റെ വാക്കുകൾക്കും ബാക്കി എല്ലാ മഹത്തുക്കൾക്കും ശുഭരാത്രി നേരുന്നു. അങ്ങയെ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. ജയശങ്കര. ജയശങ്കര. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ, എല്ലാവർക്കും ഈശ്വര കടാക്ഷം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തേക്ക് വിടവാങ്ങാം. ലോക സമസ്ത സുഖനവും പോകുന്നു. ജയശങ്കര. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. ജയശങ്കർ.